Meet the editors. കൈകോർത്ത് നിൽക്കുമോ എന്നതാണ് ചോദ്യം. ഉണ്ണിബാലകൃഷ്ണൻ, പ്രധാനമന്ത്രി വന്ന ശേഷം വിചാരിച്ചതിലും കൂടുതൽ സമയം ഓരോ മേഖലയിലും അദ്ദേഹം സഞ്ചരിച്ചു. അത് മാത്രമല്ല, നടന്നു കാണുകയും ചെയ്തിരിക്കുന്നു, ആളുകളുമായി സംസാരിക്കുകയും ചെയ്തിരിക്കുന്നു. അതിനുശേഷം നടത്തിയ പ്രതികരണം നമ്മൾ കണ്ടതാണ്. അപ്പോൾ കൈകോർത്ത് നിൽക്കുമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. നിശ്ചയമായും കൈകോർത്ത് നിൽക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അത്രയേറെ പ്രതീക്ഷാനിർഭരമായ ഒരു സന്ദർശനമായിരുന്നു ഇന്ന് വയനാട്ടിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത്. വളരെ പോസിറ്റീവായിരുന്നു. പ്രധാനമന്ത്രി എന്ന നിലയ്ക്ക് മാത്രമല്ല, രാജ്യത്തെ ഈ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ കൂടിയാണ് പ്രധാനമന്ത്രി. ആ അർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ വിസിറ്റ് വളരെ പ്രധാനമാണ്. അദ്ദേഹത്തിൻ്റെ ഈ സന്ദർശനം എന്ന് പറയുന്നത് വയനാട്ടിലെ ജനങ്ങൾക്ക് മാത്രമല്ല, കേരളീയർക്ക് ഉറപ്പായും ആത്മവിശ്വാസം നൽകുന്നതാണ്. അതുകൊണ്ട് ഈ സന്ദർശനത്തെ വളരെ പോസിറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത്. ഇതിപ്പോൾ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു, ഇന്ന് പ്രധാനമന്ത്രി എത്തുന്നത് ഏതെങ്കിലും തരത്തിലുള്ളൊരു പാക്കേജ് പ്രഖ്യാപിക്കാനോ ഒന്നുമല്ല. അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് ഇവിടെ വന്ന് എന്താണ് സംഭവിച്ചതെന്ന് നേരിട്ട് ബോധ്യപ്പെടുക. ഒപ്പം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് വന്ന് ഈ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നു എന്ന് പറയുന്നത് ദുരന്തബാധിതരായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ആത്മവിശ്വാസം നൽകുന്നൊരു കാര്യമാണ്. അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ ഈ സന്ദർശനം അതിപ്രധാനമായിരുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ ജസ്റ്റേഴ്സുകളും വളരെ പോസിറ്റീവായിരുന്നു. അദ്ദേഹം സ്മൃതി സൂചിപ്പിച്ചതുപോലെ ഈ ഷെഡ്യൂൾ പ്രകാരമല്ല ഇന്ന് വയനാട്ടിൽ അദ്ദേഹത്തിൻ്റെ സന്ദർശന പരിപാടികളൊന്നും. അങ്ങനെ ആയിരുന്നെങ്കിൽ 3:15 മണിക്ക് അദ്ദേഹം മടങ്ങണം. എനിക്ക് തോന്നുന്നു 5 മണി കഴിഞ്ഞിട്ടാണ് പ്രധാനമന്ത്രി വയനാട്ടിൽ നിന്ന് തന്നെ പുറപ്പെടുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ ഷെഡ്യൂളുകളെല്ലാം തെറ്റിച്ച് കൂടുതൽ ആളുകളുമായി സംസാരിച്ച് ഇടപഴകി എല്ലാ സ്ഥലങ്ങളും നേരിട്ട് തന്നെ കാണുക, നടന്നു തന്നെ കാണുക, ആ അർത്ഥത്തിലൊക്കെ വലിയൊരു ഐക്യദാർഢ്യം അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് വളരെ പോസിറ്റീവാണെന്ന് മാത്രവുമല്ല, കേരളത്തിൻ്റെ പ്രതീക്ഷ ഉയർത്തുന്ന ഒരു കാര്യം കൂടിയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഒരു ദുരന്തം സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പ്രദേശത്തുള്ള ആളുകളാണല്ലോ അതിലാദ്യത്തെ രക്ഷാപ്രവർത്തനം നടത്തുക എന്നുള്ളത്. അവിടെ പരസ്പരം സഹായിക്കുന്ന ആളുകളെയാണ് നമ്മൾ കണ്ടത്. എല്ലാ ദുരന്ത ഭൂമിയിലും അങ്ങനെയാണ്. പിന്നീടാണ് ഈ സ്റ്റേറ്റിൻ്റെയും അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും ഒക്കെ മിഷണറീസ് റോൾ ഔട്ട് ചെയ്യുന്നത്. ഫയർഫോഴ്സ് വരുന്നു, അല്ലെങ്കിൽ ആംബുലൻസ് വരുന്നു, ചികിത്സാ സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ ആ ഘട്ടമൊക്കെ നമ്മൾ കടന്നു കഴിഞ്ഞിരിക്കുന്നു. രക്ഷാപ്രവർത്തനങ്ങൾ നന്നായി തന്നെ ചെയ്യാൻ വയനാട്ടിൽ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു അർത്ഥത്തിൽ ഈ ഡെത്തോളൊക്കെ നമുക്കൊന്ന് പിടിച്ചു നിർത്താൻ കഴിഞ്ഞത്. ഈ രാജ്യം കണ്ടിട്ടുള്ളത് തന്നെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിലൊന്നാണ് വയനാട് സംഭവിച്ചതെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. 400ഓളം ജീവൻ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ, എൻ്റെ ഓർമ്മയിൽ തന്നെ ഇത്രയും വലിയൊരു പ്രകൃതി ദുരന്തം കേരളത്തിലില്ല, അടുത്തെങ്ങും നമ്മുടെ രാജ്യത്തും സംഭവിച്ചിട്ടില്ല. അപ്പോൾ അത്രയും ജീവനുകൾ നഷ്ടമായിരിക്കുന്നു, 1000-ലേറെ വീടുകൾ നഷ്ടമായിരിക്കുന്നു. അതുപോലെ തന്നെ സർക്കാർ സ്ഥാപനങ്ങളടക്കമുള്ള സംവിധാനങ്ങളെല്ലാം ആ പ്രദേശത്ത് നിന്ന് തുടച്ചു നീക്കപ്പെട്ടിരിക്കുന്നു. 3 വാർഡുകളാണ് ഏറെക്കുറെ ഇല്ലാതായത്, അല്ലേ? പുഞ്ചിരിമട്ടം, പിന്നെ മുണ്ടക്കൈ, അതുപോലെ തന്നെ ചൂരൽമല, ഈ 3 പ്രദേശങ്ങൾ. ആ ചെറിയ 3 വാർഡുകളിലാണ് ഇത്രയും വലിയ ദുരന്തമുണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ രക്ഷാപ്രവർത്തനങ്ങൾ കഴിഞ്ഞതിന് ശേഷം നമുക്കിനി ചെയ്യേണ്ടതായിട്ടുള്ളത് ഈ ദുരന്തത്തിൽപ്പെട്ടവരെ എത്രയും പെട്ടെന്ന് ചികിത്സിച്ച് അവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ആ പ്രക്രിയയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റനാഥരായവരെ നമ്മൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതൊക്കെയാണ് പ്രാഥമികമായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ. ഇതൊക്കെ പ്രാഥമികമായി സ്റ്റേറ്റ് നിർവഹിച്ചിട്ടുമുണ്ട്. സ്റ്റേറ്റും നിർവഹിച്ചിട്ടുണ്ട്, കേന്ദ്ര സ്ഥാപനങ്ങളും നിർവഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള ഘട്ടം എന്ന് പറയുന്നത് നമ്മൾ തിടുക്കത്തിൽ ചെയ്യേണ്ട ഒരു ഘട്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, ഇന്നിപ്പോൾ പ്രധാനമന്ത്രി വന്നിട്ട് വളരെ പെട്ടെന്നൊരു പാക്കേജ് പ്രഖ്യാപിക്കുന്നു, ഒരു വലിയ ധനസഹായം പ്രഖ്യാപിക്കുന്നു. അതൊന്നും അങ്ങനെ എളുപ്പത്തിൽ കഴിയുന്നൊരു കാര്യമല്ല. അതിൻ്റെതായ ഒരു പ്രൊസീജിയറുണ്ട്. അത് രാജ്യത്ത് തന്നെ 2005 പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ള ദേശീയ ദുരന്ത നിവാരണ ചട്ടമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ എല്ലാ തരത്തിലുള്ള ദുരന്ത നിവാരണ പുനരധിവാസ പ്രവർത്തനങ്ങളെല്ലാം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്നത്. ഇപ്പോൾ നോക്കൂ, ഇവിടെ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഇന്നലെ അത് പറഞ്ഞിരുന്നു. ഒരു മെമ്മോറാണ്ടം കേരളം സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഈ മെമ്മോറാണ്ടം എന്ന് പറയുന്നത് നമ്മൾ വളരെ പെട്ടെന്നൊരു നിവേദനം എന്ന അർത്ഥത്തിൽ എടുക്കണ്ട. ഞാൻ അതിൻ്റെ ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ടിൽ അതിനെക്കുറിച്ചുള്ള നിർവചനം പറയുന്നത്, സ്റ്റേറ്റ് ഫോളോ എ സ്പെസിഫിക് പ്രൊസീജിയർ ടു ക്ലാസിഫൈ എ കലാമിറ്റി ആസ് സിവിയർ. അതിപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നാണല്ലോ. അപ്പോൾ സിവിയർ എന്നുള്ള നിലയ്ക്ക് ഒരു ദുരന്തത്തെ പ്രഖ്യാപിക്കണമെങ്കിൽ അതിനൊരു പ്രൊസീജിയറുണ്ട്. അതെന്ന് പറയുന്നത്, ദിസ് ഇൻവോൾവ്സ് submitting a memorandum detailing sector-wise damage ആൻഡ് ഫണ്ട് റിക്വയർമെൻറ്റ്. അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ 1000 വീടുകൾ നഷ്ടപ്പെട്ടു, അവിടുത്തെ സർക്കാർ സ്ഥാപനങ്ങളെല്ലാം ഒലിച്ചുപോയി,
400ഓളം ജീവനുകൾ പൊലിഞ്ഞു, അങ്ങാടികൾ നഷ്ടമായി, ആരാധനാലയങ്ങൾ പോയി, കളിസ്ഥലങ്ങളില്ലാതായി. അതുകൊണ്ട് നമുക്ക് ഇത്ര സഹായം 2000 കോടി രൂപയുടെ സഹായം വേണം, അല്ലെങ്കിൽ 5000 കോടി രൂപയുടെ സഹായം വേണം. ഈ രീതിയിലൊരു പ്രൊസീജിയർ ഇല്ല. അതുകൊണ്ടാണ് അത് വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് സെക്ടർ വൈസ് ഡാമേജ്. ഈ സെക്ടർ വൈസ് ഡാമേജ് എന്ന് പറഞ്ഞാൽ ഓരോ മേഖലയിലും എങ്ങനെയാണ് ഡാമേജ് ഉണ്ടായിരിക്കുന്നത് നമ്മൾ കണ്ടെത്തണം. നമ്മൾ കണ്ടെത്തുകയും ആ കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കത് റീക്രിയേറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ റീബിൽഡ് ചെയ്യാനുള്ള ഒരു ഫണ്ട് റിക്വയർമെൻറ്റ് കൂടി നമ്മൾ അവതരിപ്പിക്കണം, അത് സബ്മിറ്റ് ചെയ്യണം. അങ്ങനെ അതുകൊണ്ടാണ് ഒരു ഡീറ്റെയിൽഡ് സെക്ടർ വൈസ് ഡാമേജ് മെമ്മോറാണ്ടം സബ്മിറ്റ് ചെയ്യണമെന്ന് ഈ ആക്ട് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഹൈ പവർ കമ്മിറ്റി ഇത് റിവ്യൂ ചെയ്തുകൊണ്ട് ഇതിനകത്ത് ഫണ്ട് അലോക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഇതൊന്നും വലിയ സമയമെടുക്കുന്ന ഒരു പ്രൊസീജിയർ അല്ല. കാരണം വെച്ചാൽ ഒരു ദുരന്തം സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനോട് വളരെ പെട്ടെന്ന് റിയാക്ട് ചെയ്യേണ്ടതുണ്ട്. ആ റിയാക്ട് ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ ആ പ്രോസസ്സ് കഴിഞ്ഞിരിക്കുന്നു. ഇനി അവരെ നന്നായി റീഹാബിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന നമുക്കൊരു ഇപ്പോൾ തന്നെ ഒരുപാട് രാഷ്ട്രീയ സംഘടനകൾ പിന്നെ വീടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അല്ലേ. അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്, യുവജന സംഘടനകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്, വ്യക്തികൾ എന്നുള്ള നിലയ്ക്ക് ആളുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മൾ തന്നെ ഒരു ടൗൺഷിപ്പ് പിന്നെ റിപ്പോർട്ടർ TV ഭാഗമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യാമെങ്കിലും നോക്കൂ, ഇതിൽ എത്ര പേർക്ക് ജീവിതത്തിൽ ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കാൻ കഴിയും? ഇവരുടെ ഒരു മെൻ്റൽ ട്രോമ എന്ന് പറയുന്നത് ചെറിയ കാര്യമാണ്. ഇപ്പം കൈ നഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, കാല് നഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, നമ്മളിപ്പോൾ കാണുമ്പോൾ ഒരാൾ ആരോഗ്യവാനായി നമുക്ക് തോന്നാം. പക്ഷേ അയാളുടെ മാനസിക സമ്മർദ്ദം, 9 പേരെ നഷ്ടപ്പെട്ടിട്ടുള്ള ആ വീടുകളിലെ കുടുംബങ്ങളിലെ 4-5 പേരെ ഉറ്റവരെ നഷ്ടപ്പെട്ട ആളുകളില്ലേ, അവർക്കൊക്കെ ഒരു 2 ആഴ്ച കഴിഞ്ഞ് ജോലിക്ക് പോകാൻ കഴിയുമോ, അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞ് കഴിയുമോ? ഇല്ല. ഇപ്പോൾ സർക്കാർ ചെയ്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു കുടുംബത്തിന് 10,000 രൂപ വെച്ച് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഒരു കുടുംബത്തിലെ 2 അംഗങ്ങൾക്ക് 300 രൂപ വെച്ച് പിന്നെ ഡെയിലിയും കൊടുക്കുന്നു. അതൊക്കെ ഒരു വളരെ നല്ല കാര്യമാണ്. പക്ഷേ നമുക്ക് തുടർന്ന് ഇവരെ ഈ പറയുന്ന നല്ല വീടുകളിൽ കൊണ്ടുപോയി അധിവസിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, തിരിച്ചവരെ അവരുടെ തൊഴിലെടുക്കാൻ കഴിയുന്ന രീതിയിൽ, അവർക്ക് അതിജീവിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ആ മാനസികാവസ്ഥയിലേക്ക് കൊണ്ടുവരണം. അതിനൊക്കെ ഒരുപാട് സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വീടുകൾ പണിഞ്ഞു, ഒരു പൂന്തോട്ടം പണിഞ്ഞു, അല്ലെങ്കിൽ ഒരു കളിസ്ഥലം പണിഞ്ഞു എന്നുള്ളിടത്ത് പുനരധിവാസമോ ഈ പറയുന്ന ദുരന്ത നിവാരണ പ്രവർത്തനത്തിൻ്റെ അന്തിമ ചാപ്റ്റർ എന്ന് പറയുന്നത് അതല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ കേന്ദ്ര സഹായമൊക്കെ വലിയ രീതിയിൽ വേണ്ടത്. അതുകൊണ്ടാണ് ഈ ഡീറ്റെയിൽഡ് മെമ്മോറാണ്ടം വേണമെന്ന് എപ്പോഴും ഇവർ ആവശ്യപ്പെടുന്നത്. നമുക്കിപ്പം അറിയാവുന്നൊരു കാര്യമുണ്ടല്ലോ, ഇപ്പോൾ ബീഹാറിൽ പിന്നെ ബജറ്റിൽ 11,500 കോടി രൂപയാണല്ലോ ഈ ഫ്ലഡ് റിലീഫിന് വേണ്ടിയിട്ട് അലോക്കേറ്റ് ചെയ്തത്. ഈ 10,500 കോടി എന്ന് പറയുന്ന ഒരു ഡിജിറ്റ് അല്ല. 10,000 കോടി എന്ന് പറയാം, അല്ലെങ്കിൽ 5,000 കോടി എന്ന് പറയാം. എങ്ങനെയാണ് നിങ്ങളൊരു 10,500 അല്ലെങ്കിൽ 11,500 കോടി എന്നൊരു ഡിജിറ്റിലേക്ക് വരുന്നത്? അത് ഈ സെക്ടർ വൈസ് ഡാമേജ് ആയിട്ട് ബന്ധപ്പെട്ടുണ്ടാക്കുന്ന മെമ്മോറാണ്ടം ഹൈ ലെവൽ കമ്മിറ്റി പരിശോധിച്ച് എത്തുന്നൊരു ഡിജിറ്റാണ്. ഇപ്പോൾ ഒറീസയിൽ ഉണ്ടായിട്ടുള്ള ഈ സൈക്ലോൺ ഫാനി എന്ന് പറയുന്ന വലിയ ചുഴലിക്കാറ്റുണ്ടായപ്പം അവർക്ക് കൊടുത്തത് 3,338 കോടി 22 ലക്ഷം രൂപയാണ്. അതൊരു ഡിജിറ്റ് അല്ലല്ലോ. 3,000 കോടി എന്ന് പറയാം, അല്ലെങ്കിൽ 2,000 കോടി എന്ന് പറയാം. അപ്പോൾ ഈ 3,338.22 ലക്ഷം എന്ന് പറയുന്ന ഒരു ഡിജിറ്റിലേക്ക് ഈ പറയുന്ന നാഷണൽ ഡിസാസ്റ്റർമെൻറ്റ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഫണ്ടിൻ്റെ കമ്മിറ്റി എത്തുന്നത് ഈ പറയുന്ന ഡീറ്റെയിൽഡ് മെമ്മോറാണ്ടത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സംസ്ഥാന സർക്കാർ കൃത്യമായി അങ്ങനെ ഒരു മെമ്മോറാണ്ടം സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ തന്നെ ഇന്നിപ്പോൾ മന്ത്രി രാജൻ പിന്നെ ഉപസമിതിയുടെ പിന്നെ മീറ്റിങ്ങിന് ശേഷം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു പ്രോജക്റ്റ് അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു മെമ്മോറാണ്ടമാണ്, അത് അടുത്ത ദിവസങ്ങളിൽ കൊടുക്കും എന്നുള്ളതാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളൊക്കെ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ഇപ്പം ഇനിഷ്യൽ സ്റ്റേജിൽ എന്താ ചെയ്യുക? ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കുക അല്ല ചെയ്യുക. അവിടുത്തെ രക്ഷാപ്രവർത്തനങ്ങളിൽ പെട്ടെന്ന് എൻഗേജ് ചെയ്യുക, അവരെ പെട്ടെന്ന് പുനരധിവസിപ്പിക്കുക, അവിടുന്ന് ആളുകളെ മാറ്റി പാർപ്പിക്കുക, തെരച്ചിലുകൾ നടത്തുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പിന്നെ ഒരു സർക്കാർ ചെയ്യുക. അത് തന്നെയാണ് കേന്ദ്രവും സംസ്ഥാനവും ചെയ്ത്. ഇതിനിടയ്ക്ക് ഒരു ഇൻ്റർ മിനിസ്റ്റീരിയൽ സംഘം വന്നിട്ട് അവിടെ പരിശോധിച്ച് പോയിട്ടുമുണ്ട്. ഇനിയൊരു ഡീറ്റെയിൽഡായ പരിശോധന ആവശ്യമുണ്ട്. അപ്പോൾ ഈ സെക്ടർ വൈസ് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്തി ഡീറ്റെയിൽഡായ ഒരു മെമ്മോറാണ്ടം സമർപ്പിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് കേന്ദ്ര സഹായം കിട്ടുക. ഇവിടെ നമ്മൾ പോസിറ്റീവായിട്ട് എന്താണ് കാണുന്നത്? അത് പ്രധാനമന്ത്രിയുടെ വാക്കുകളാണ്. പ്രധാനമന്ത്രി എന്താ പറഞ്ഞത്? നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് എന്നുള്ളതാണ്. അത് കേന്ദ്രമെന്ന് മാത്രമല്ല അദ്ദേഹം പറഞ്ഞത്, സംസ്ഥാന സർക്കാരുണ്ട്, കേന്ദ്ര സർക്കാരുണ്ട്, രാജ്യത്തെ മുഴുവൻ ജനങ്ങളുമുണ്ട് നിങ്ങളോടൊപ്പം എന്നുള്ളതാണ്. അപ്പോൾ അത് ഒരു തുറന്ന സമീപനമാണ്. ആ തുറന്ന സമീപനത്തിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറയുന്നത് ഇന്ന് അദ്ദേഹം ആ ജില്ലയിൽ ഉടനീളം ചെലവഴിച്ച സമയം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അത് അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡുണ്ട്. ആ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ മുഖ്യമന്ത്രിയെ കാണുമ്പോൾ തന്നെ അദ്ദേഹം കൈപിടിച്ച് നിൽക്കുന്ന ചിത്രം എന്ന് പറയുന്നത് ഒരു ചെറിയ പിന്നെ ഐക്യദാർഢ്യ പ്രഖ്യാപനമല്ല. ആ അർത്ഥത്തിലൊക്കെ ഈ പറയുന്ന ദുരന്ത മുഖത്ത് അതുമാത്രമല്ല, അദ്ദേഹം വളരെ പേഴ്സണലായ ഒരു നോട്ടോടുകൂടിയാണ് നമ്മളോട് സംസാരിച്ചത് അല്ലേ. അപ്പോൾ 1979 ആ മോർബി പിന്നെ ഡാം അണക്കെട്ട് പൊട്ടുമ്പോൾ അവിടെ ഒരു സന്നദ്ധ പ്രവർത്തകനായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പം അവിടെ 1,500 ആളുകളാണ് പിന്നെ മരിച്ചു പോയത് എന്ന് അദ്ദേഹം ഓർമ്മിക്കുന്നുണ്ട്. ആ 1,500 ആളുകൾ മരിക്കുന്നതും ഏതാണ്ട് 6 or 7 ജില്ലകൾ ഇല്ലാതാകുന്നതും ഒക്കെ നേരിട്ട് കണ്ട് അവിടെ സന്നദ്ധ പ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരാളെന്നുള്ളത് എനിക്ക് വയനാട്ടുകാരുടെ ദുഃഖം എനിക്ക് മനസ്സിലാകും എന്ന് പറഞ്ഞുകൊണ്ട് വളരെ പേഴ്സണലായിട്ടാണ് അദ്ദേഹം ഇന്നത്തെ ഈ പിന്നെ ഈ സമ്മേളനത്തിൽ വാർത്താലേഖകരോട് സംസാരിക്കുകയൊക്കെ ചെയ്തത്. ആഫ്റ്റർ ദിസ്
ദിസ് മീറ്റിംഗ്. അപ്പോൾ അത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് വലിയൊരു സഹായം നമുക്ക് ഈ കാര്യത്തിൽ കിട്ടും എന്ന് മാത്രമല്ല, ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമുക്ക് ഈ കാര്യത്തിനകത്ത് ഇപ്പം ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ ഒരു നമ്മളവിടെ ഒരു 1000 വീടുകൾ നിർമ്മിക്കുന്നു എന്ന് വിചാരിക്കുക, അവിടെ അങ്ങാടികൾ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ കളിസ്ഥലങ്ങൾ ഉണ്ടാക്കുന്നു, ആരാധനാലയങ്ങൾ ഉണ്ടാക്കുന്നു. അവിടെ അവസാനിക്കാതെ അവരുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാമൂഹികമായ ഉത്തരവാദിത്വമുണ്ട്. അത് ആ സാമൂഹികമായ ഉത്തരവാദിത്വം എന്ന് ഞാൻ പറഞ്ഞത് നേരത്തെ ഞാൻ പറഞ്ഞ അവർക്ക് ഈ തൊഴിൽ ശേഷി ഉണ്ടാക്കുന്ന ഒരു മാനസിക നിലയിലേക്കും ആരോഗ്യ നിലയിലേക്കും അവരെ എത്തിച്ചുകൊണ്ട് അവരെ മുന്നോട്ടുള്ള ജീവിതം നയിക്കാൻ പ്രാപ്തരാക്കുന്നതുവരെ നമ്മൾ അവരുടെ കൈപിടിക്കേണ്ടതുണ്ട്. കാരണം വെച്ചാൽ നമുക്ക് വേണ്ടി അധ്വാനിച്ച മനുഷ്യരാണെന്നേ. ഞാനതെപ്പോഴും പറയുന്നൊരു കാര്യം വെച്ചാൽ, ഈ വയനാടാണെങ്കിലും ഇടുക്കിയാണെങ്കിലും ഈ പറയുന്ന ഇത്തരത്തിലുള്ള പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ ഈ പാവപ്പെട്ട മനുഷ്യർ പോയിട്ട് ഈ തോട്ടം പണിയെടുക്കുകയും അവിടെ ഈ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സുഗന്ധദ്രവ്യങ്ങളെല്ലാം ഉൽപ്പാദിപ്പിക്കുകയും അത് കയറ്റുമതി ചെയ്യുന്നതിലൂടെ ഈ സംസ്ഥാനത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ നെടുന്തൂണായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. ആ മനുഷ്യരെ അങ്ങനെ അതുകൊണ്ട് തന്നെ ചേർത്ത് നിർത്താൻ നമുക്ക് സാമൂഹികമായ ബാധ്യതയുണ്ട്. ആ സാമൂഹിക ബാധ്യത പരിപൂർണമാകണമെങ്കിൽ അവരെ വീണ്ടും പൂർണ്ണമായ അർത്ഥത്തിൽ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതല്ലാതെ ഒരു വീട് നിർമ്മിച്ച് അവിടെ അവരെ കുടിപാർപ്പിക്കുക എന്നിടത്ത് അവസാനിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഇതിനൊരു വലിയ ഒരു പ്രോജക്റ്റ് ആവശ്യമാണ്, ഒരു പദ്ധതി ആവശ്യമാണ്. അതിനൊരു വലിയ നീക്കിയിരിപ്പും ആവശ്യമായിട്ടുണ്ട്. ആ നീക്കിയിരിപ്പ് എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന് മാത്രമേ ചെയ്യാൻ കഴിയൂ. ഒരു സന്നദ്ധ സംഘടനയ്ക്കോ ഒരു രാഷ്ട്രീയ സംഘടനയ്ക്കോ ഒരു വ്യക്തിക്കോ എത്രമാത്രം ചെയ്യാൻ കഴിയും. എന്നാൽ ഒരു കേന്ദ്ര സർക്കാരിന് അതിനുവേണ്ടിയുള്ള ഫണ്ടുണ്ട്. ആ ഫണ്ട് നന്നായി വിനിയോഗിക്കാൻ നമുക്ക് കഴിയും. അതിലൊരു നല്ല അളവ് നമുക്ക് ഇങ്ങോട്ടേക്ക് സമാഹരിക്കാൻ കഴിയും. ആ അർത്ഥത്തിലൊരു ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. ഏതായാലും കേന്ദ്ര സർക്കാരിൻ്റെ ഒരു തുറന്ന മനസ്സോടുകൂടിയുള്ളൊരു സമീപനമാണ് എന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ഥിതിക്ക് നിശ്ചയമായും അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ സന്ദർശനത്തെ ഞാൻ വളരെ പോസിറ്റീവായിട്ട് കാണുന്നു. അത് നിശ്ചയമായും നമ്മുടെ ഈ പറയുന്ന പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മളെ കൈപിടിച്ചുയർത്താനുള്ള ഒരു നല്ല നീക്കമാണ്. ആ നീക്കത്തെ പരമാവധി പ്രയോജനപ്പെടുത്താൻ സംസ്ഥാനത്തിന് കഴിയണം എന്നാണ് എൻ്റെ ആദ്യത്തെ അഭിപ്രായം. കൈകോർത്ത് നിൽക്കുമോ എന്ന ചോദ്യത്തിന് കൈകോർത്താണ് ഇതുവരെ നിന്നിട്ടുള്ളത്. ഇനിയും അങ്ങോട്ട് അങ്ങനെയാണ് എന്നതിൻ്റെ സൂചനകൾ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. പ്രധാനമന്ത്രി ഇന്ന് നൽകിയിരിക്കുന്ന ആശ്വാസം ചെറുതല്ല എന്നുള്ളതാണ്. അദ്ദേഹം 5.5 മണിക്കൂറാണ് ഈ സ്ഥലത്ത് മുഴുവൻ സ്ഥലങ്ങൾ സന്ദർശിച്ചുകൊണ്ട് 5.5 മണിക്കൂറാണ് ചെലവഴിച്ചത്. നേരത്തെ പറഞ്ഞതിൽ നിന്നും 2.5 മണിക്കൂർ കൂടുതൽ അദ്ദേഹം ചെലവഴിച്ചു. ദുരന്ത ഭൂമിയിൽ ആകാശ നിരീക്ഷണം നടത്തി. അപ്പോൾ ആ സ്ഥലമൊക്കെ എങ്ങനെയായിരുന്നു നേരത്തെ എന്നുള്ളത് ഉദ്യോഗസ്ഥർ കൃത്യമായി അദ്ദേഹത്തിന് വിശദീകരിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം ക്യാമ്പിലെത്തുമ്പോൾ ക്യാമ്പിലും ഈ പറഞ്ഞതിൽ നിന്നും കൂടുതൽ ആളുകളെ കാണുന്നുണ്ട്. അതിൽ മുഹമ്മദ് ഹാനി, ലാവണ്യ 2 കുട്ടികളാണ്. ആ കുട്ടികൾ മാതാപിതാക്കളെ നഷ്ടപ്പെട്ടവരാണ്. അവരോട് സംസാരിക്കുന്നു പ്രധാനമന്ത്രി. ഈ ദൃശ്യങ്ങളൊക്കെ കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അദ്ദേഹം ഈ വെള്ളാർമല സ്കൂളിലേക്ക് പോകുമ്പോൾ, വെള്ളാർമല സ്കൂളിൻ്റെ നേരത്തെയുള്ള അവസ്ഥയൊക്കെ നമ്മൾ കണ്ടതാണല്ലോ, വീഡിയോ കണ്ടതാണല്ലോ. പുഴയ്ക്കരികിലെ സ്കൂൾ, ആ കുട്ടികളും അധ്യാപകരും തമ്മിലുള്ള ബന്ധം, അവിടെ 27 കുട്ടികളെയാണ് കാണാതായിരിക്കുന്നത്. അപ്പോൾ മറ്റു കുട്ടികളുടെ അവസ്ഥ എന്താണ് എന്നും ഈ സ്കൂൾ എങ്ങനെയാണ് പുനർനിർമ്മിക്കുക എന്നും പ്രധാനമന്ത്രി ചോദിച്ചു എന്നാണ് അറിയാനാകുന്നത്. അപ്പോൾ കുട്ടികളുടെ കാര്യത്തിലുള്ള പ്രധാന ശ്രദ്ധ പ്രധാനമന്ത്രി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ചൂരൽമലയിലൂടെ നടന്നു പോകുന്നത് 40 മിനിറ്റോളം അദ്ദേഹം 45 മിനിറ്റോളം അദ്ദേഹം ചൂരൽമലയിലെ ആ സഞ്ചാരത്തിൽ നടന്നുള്ള കാണലിൽ ചെലവഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ADGP കൃത്യമായ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. ആളുകളോട് സംസാരിക്കുന്നു എന്നുള്ളതാണ്, ക്യാമ്പിൽ സംസാരിക്കുന്നു. പിന്നീട് അദ്ദേഹം ആശുപത്രിയിലേക്ക് പോകുമ്പോൾ അവന്തിക എന്ന കുഞ്ഞ്, മാതാപിതാക്കളെയും കുടുംബത്തിലെ എല്ലാവരെയും നഷ്ടപ്പെട്ട കുഞ്ഞാണ്, ഇപ്പോൾ അമ്മൂമ്മയുടെ കൂടെ നിൽക്കുന്നു. ആ കുട്ടിയോട് സംസാരിക്കുന്നു. അതുകൂടാതെ നേരത്തെ 4 പേരോടാണെന്ന് പറയുമ്പോൾ 6 പേരോട് സംസാരിക്കുന്നു. അപ്പോൾ കാണുന്നവരുടെ എണ്ണമൊക്കെ നേരത്തെ വിചാരിച്ച കണക്കുകൂട്ടലിൽ നിന്നൊക്കെ മാറിക്കൊണ്ട് ഒരു രീതി പ്രധാനമന്ത്രി സ്വീകരിക്കുകയാണ്. അതിനുശേഷം അദ്ദേഹം നടത്തിയ പ്രതികരണമാണ് ഏറ്റവും പ്രധാനം. എല്ലാം കണ്ടു മനസ്സിലാക്കിയ വൈകാരികമായി തന്നെയാണ് അദ്ദേഹം പ്രതികരിച്ചത്. സംസ്ഥാനം ഒറ്റയ്ക്കല്ല, കേരളം ഒറ്റയ്ക്കല്ല, രാജ്യമുണ്ട്, കേന്ദ്രമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവം കൂടി, മോർബി ദുരന്തം, ആ ദുരന്തത്തിൽ അദ്ദേഹം എങ്ങനെയാണ് അവിടെ പ്രവർത്തിച്ചിരുന്നത്, ഒരു വളണ്ടിയറായി പ്രവർത്തിച്ച കാര്യം കൂടി അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. ഇതൊക്കെയാണ്. ഇനിയിപ്പോൾ നമ്മളെ സംബന്ധിച്ചപ്പോൾ 2000 കോടിയുടെ സഹായമാണല്ലോ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഒറ്റത്തവണ ആദ്യത്തെ സഹായം എന്ന നിലയ്ക്ക് മാത്രമേ കാണാനാകൂ. കാരണം ഒരു പുനർനിർമ്മാണം എന്ന് പറയുന്നത് വളരെ ദീർഘമായ സങ്കീർണമായ ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിൽ തന്നെ ഇപ്പോൾ വീടുകൾ നഷ്ടപ്പെട്ടവർക്ക് വീട് എന്നുള്ളതല്ല, വീടുകളില്ലാത്തവരുണ്ട്, വാടകയ്ക്ക് താമസിച്ചവരുണ്ട്, പാടികളിൽ താമസിച്ചവരുണ്ട്. അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്യുന്ന പോലെയല്ല ഒരു കുടുംബത്തിന് ആകെ കൊടുക്കുന്ന സഹായം. അപ്പോൾ അതൊക്കെ വേറെ തന്നെ എടുത്തുകൊണ്ട്, ഓരോ കേസുമായി എടുത്തുകൊണ്ട് അവർക്ക് എങ്ങനെ സഹായം നൽകണമെന്നുള്ളത് സങ്കീർണമായ കാര്യമാണ്. സംസ്ഥാന സർക്കാർ അതിന് പെട്ടെന്ന് കൊടുക്കുന്ന ഒരു മെമ്മോറാണ്ടം അല്ല അത് ഒരു പരിഹാരം. അപ്പോൾ ആ മെമ്മോറാണ്ടം ആദ്യത്തെ സഹായം എന്നുള്ള നിലയ്ക്ക് ഒരു പുനർനിർമ്മാണത്തിലുള്ള ആദ്യ സഹായം, അതിലപ്പുറമുള്ള വലിയ സഹായം
സഹായത്തിലേക്ക് പോകേണ്ടതുണ്ട്. അതിനെങ്ങനെയാണ് സംസ്ഥാനം പ്രവർത്തിക്കുക? ഇതിവിടെ ഇപ്പോൾ ഒരു മന്ത്രിസഭാ ഉപസമിതി അവിടെ നിൽക്കുന്നുണ്ട്. കാര്യങ്ങൾ അതാത് ദിവസങ്ങളിലെ പരാതികൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇനി അങ്ങോട്ട് എങ്ങനെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇവിടെ ഭരണപക്ഷവും പ്രതിപക്ഷവും എല്ലാം ഒരുമിച്ച് നിൽക്കുന്ന കാഴ്ച തന്നെയാണ് ഇതുവരെ കണ്ടിട്ടുള്ളത്. ഇനി അങ്ങോട്ട് അതിലപ്പുറമുള്ള ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ മാനസികമായി വല്ലാതെ ബാധിച്ചിരിക്കുന്ന കരയാത്ത ആളുകൾ, കരയാത്ത കുഞ്ഞുങ്ങൾ, കരയാത്ത മനുഷ്യർ ഒരുപാടുണ്ട്. അവരെ ഒന്ന് കരയിക്കുകയാണ് ആദ്യം വേണ്ടത്. എന്നാലേ അവർക്കൊരു സാധാരണ ജീവിതം സാധ്യമാകുള്ളൂ. ആ ഷോക്കിൽ നിന്ന് അവർ പുറത്തു കടക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ അവർക്ക് മാനസികമായി പിന്തുണ നൽകുന്ന കാര്യങ്ങളിലടക്കം ശാസ്ത്രീയമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതിനൊക്കെ എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുക എന്നുള്ളത് പ്രധാനമാണ്. അതിൽ കേന്ദ്രം എങ്ങനെ സഹായിക്കുന്നു എന്നുള്ളതും കൂടി പ്രധാനമായി നിൽക്കുന്നു. അപ്പോൾ വയനാട് ഇപ്പോൾ ഈ 3 വാർഡ് എന്നതിനപ്പുറം വയനാട് ഇനിയും ദുരന്തത്തിന് സാധ്യതയുള്ള മേഖല. ഇപ്പോൾ നോക്കൂ, ഇനിയും മഴ വരാൻ പോവുകയാണ്. ആ മഴ എങ്ങനെയൊക്കെ ഏതൊക്കെ ജില്ലകളെ ബാധിക്കുമെന്നൊന്നും നമുക്കറിയില്ല. കേരളം ഇത് അടിക്കടി ഇങ്ങനെ ദുരന്തങ്ങളെ നേരിടുന്ന ഒരു പ്രകൃതി ദുരന്തങ്ങളെ നേരിടുന്ന ഒരു സംസ്ഥാനമായി മാറുന്നു. അപ്പോൾ ആ നിലയ്ക്ക് കൂടിയുള്ളൊരു സഹായം എന്ന നിലയ്ക്കാണ് കേരളം കാണേണ്ടത്. ഒരു മെമ്മോറാണ്ടം തയ്യാറാക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് പ്രതിപക്ഷത്തിൻ്റെ കൂടി അഭിപ്രായങ്ങൾ തേടിക്കൊണ്ട് എല്ലാവർക്കും പറയാനുള്ളത് കേട്ടുകൊണ്ടുള്ള ഒരു മെമ്മോറാണ്ടം ആകണം. ഒരു പരാതിക്ക് ഇടവരരുത്. ഇതുവരെ ഒരുമിച്ച് നിന്നതുപോലെ ഇനിയും അങ്ങോട്ടും മുന്നോട്ടും ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട്. കേന്ദ്രം പതിവിൽ നിന്ന് വിരുദ്ധമായി രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മറന്നുകൊണ്ട് പ്രധാനമന്ത്രി തന്നെ നേരിട്ടെല്ലാം കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമുണ്ട്. ആ സാഹചര്യം കൃത്യമായി ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ആ നിലയ്ക്ക് വേണം ആ മെമ്മോറാണ്ടം കൊടുക്കാൻ. വേഗം കൊടുക്കുക എന്നുള്ളതല്ല, വിശദമായി കാര്യങ്ങൾ പരിശോധിച്ച ശേഷം കൊടുക്കുക എന്നതിലേക്കാകണം ഊന്നേണ്ടത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കൈകോർത്ത് തന്നെയാണ് നിൽക്കുക എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. സുജയ, കൈകോർത്ത് നിൽക്കും എന്നുള്ളതിൻ്റെ കൃത്യമായ ഒരു ഡിസ്പ്ലേ നമ്മളവിടെ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്നു എന്ന് പറയുമ്പോൾ പ്രധാനമന്ത്രി വന്ന് ആകാശ നിരീക്ഷണം നടത്തിപ്പോകും, അല്ലെങ്കിൽ സർക്കാർ ചോദിച്ച ഫണ്ടിന് എന്തെങ്കിലും വിയോജിപ്പ് പറയും. അങ്ങനെയൊക്കെ കരുതിയിരുന്ന ആളുകൾക്ക് മുന്നിലേക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വന്ന് ഇറങ്ങിയത്. ഇന്ന് രാവിലെ 10:58 കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് എയർഫോഴ്സ് 1 വിമാനം ലാൻഡ് ചെയ്തത്. അത് തിരിച്ചു പോകുന്നത് വൈകുന്നേരം 6 മണിക്കാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 7 മണിക്കൂർ സമയം കേരളത്തിലുണ്ടായിരുന്നു. വയനാടിനായി വന്നതാണ്. വേറൊരു പരിപാടിയും നിശ്ചയിച്ചിരുന്നില്ല. പാർട്ടി പരിപാടികളോ ഒന്നും ഉണ്ടായിരുന്നില്ല. വയനാടിന് വേണ്ടിയാണ്. വയനാടിൻ്റെ മനസ്സ്, ആ നിലവിളി തൊട്ടറിയുന്നതിന് തന്നെയാണ് വന്നത്. ആദ്യം നടത്തിയ ആകാശ നിരീക്ഷണത്തിൽ തന്നെ അവിടെ ഉണ്ടായിരിക്കുന്ന ദുരന്തത്തിനൊരു വ്യാപ്തി, അതിനു മുൻപ് തന്നെ ഡ്രോൺ വിഷ്വൽസൊക്കെ അദ്ദേഹത്തിന് മുന്നിൽ എത്തിയിട്ടുള്ളതാണ്. അദ്ദേഹത്തിന് മുന്നിലുള്ള ഐപാഡിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതേക്കുറിച്ച്, ദുരന്തത്തെക്കുറിച്ച് കൃത്യമായ ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് പ്രധാനമന്ത്രി എത്തുന്നത്. ദുരന്തം നടന്ന് ഇത്ര 10 ദിവസം പിന്നിട്ടതിന് ശേഷമുള്ള സന്ദർശനമാകുമ്പോൾ അതുവരെയുള്ള കൃത്യമായ റിപ്പോർട്ടുകൾ അദ്ദേഹത്തിൻ്റെ മുന്നിലുണ്ട്. വേണമെങ്കിൽ ആ റിപ്പോർട്ടുകൾ പരിശോധിച്ച് ദില്ലിയിലിരുന്ന് തന്നെ തീരുമാനമെടുക്കാം. കാരണം ഇനി വന്നാലും കാണാൻ പോകുന്ന ദൃശ്യങ്ങൾ ഇതേ ആകാശ ദൃശ്യങ്ങളാണ്. അദ്ദേഹം ഹെലികോപ്റ്ററിൽ പോകുമ്പോഴും കിട്ടുന്നത് അതേ ആകാശ കാഴ്ച തന്നെയാണ്. ആ ദൃശ്യങ്ങൾ കണ്ട് തീരുമാനമെടുക്കാം. മണ്ണിലിറങ്ങാതെ, ആ മണ്ണിലേക്ക് എത്താതെ തീരുമാനമെടുക്കാം. ആകാശ നിരീക്ഷണം നടത്തി തിരിച്ചു വീണ്ടും കൽപ്പറ്റ ഗ്രൗണ്ടിലേക്ക് വരുന്നു. കളക്ടറേറ്റിൽ വേണമെങ്കിൽ ഒരു അവലോകന യോഗം അങ്ങനെയും ചെയ്യാമായിരുന്നു. പക്ഷേ നരേന്ദ്രമോദി ചെയ്തത് എന്താണ്? അതാണ് നരേന്ദ്രമോദിയെ ഇവിടെ വ്യത്യസ്തനാക്കി നിർത്തുന്നതും. ഇപ്പോൾ ഈ വിഷയത്തിൽ നേരത്തെ നരേന്ദ്രമോദിയെ നിശിതമായി വിമർശിച്ചുകൊണ്ടിരുന്ന ആളുകൾക്ക് പോലും നരേന്ദ്രമോദി ചെയ്തത് ശരിയാണ്, അല്ലെങ്കിൽ നരേന്ദ്രമോദി കേരളത്തിനൊപ്പം നിന്നു എന്ന് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇന്നുണ്ടായിട്ടുണ്ടെങ്കിൽ നരേന്ദ്രമോദി അത് കൃത്യമായി ആക്ട് ചെയ്തു എന്ന് തന്നെയാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നോക്കൂ, കേരളം ആവശ്യപ്പെട്ട 2000 കോടി കൊടുക്കുമോ, കേരളത്തിൽ ആവശ്യപ്പെട്ട തുക കൊടുക്കുമോ, നേരത്തെ കൊടുക്കാതിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചവരുടെ മുന്നിലേക്ക് 2000 അല്ല, എത്രയാണോ ആവശ്യം അത്രയും തന്നിരിക്കുമെന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത്. 2000 കോടിയല്ലേ നിങ്ങൾ ചോദിച്ചുള്ളൂ എന്നതിന് കൂടിയുള്ള ഒരു മറുപടിയാണത്. കാരണം ഇവിടെ ആവശ്യമായി വരുന്നത് എന്താണ്? റീഹാബിലിറ്റേഷൻ പ്രോസസ്സാണ്. അതിന് അദ്ദേഹം കൃത്യമായി പറഞ്ഞൊരു വാചകമുണ്ട്. അതാണ് ഇതിലെ ഏറ്റവും സ്ട്രൈക്കിംഗ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. അതായത് ഈ തുക എന്ന് പറയുന്നത്, ഫണ്ട് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു തടസ്സമായി മാറരുത്. എത്രയാണോ പുനരധിവാസത്തിന് ആവശ്യം അത് നൽകാൻ തയ്യാറാണ്. അത് ഇവിടെ പറഞ്ഞു പോകുന്നു. കളക്ടറേറ്റിലെ അവലോകന യോഗത്തിൽ പറഞ്ഞു പോകുന്നു. അതിനുശേഷം 9/17 ഇപ്പോഴിട്ടിരിക്കുന്ന ഒരു എക്സ്പോസ്റ്റ് ഉണ്ട്. ആ എക്സ്പോസ്റ്റിൽ നരേന്ദ്രമോദി പറയുന്നത് ഇങ്ങനെയാണ്: ആസ് സൂൺ ആസ് വി റിസീവ് ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ഫ്രം ദ കേരള ഗവൺമെന്റ്, ദ സെൻട്രൽ വിൽ ടേക്ക് ഓൾ നെസസറി സ്റ്റെപ്സ് ടു അസിസ്റ്റ് ഇൻ റീബിൽഡിംഗ് എസെൻഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ഇൻക്ലൂഡിംഗ് സ്കൂൾസ് ആൻഡ് ഹോംസ് ഇൻ ദ അഫക്റ്റഡ് റീജിയൺ. സ്കൂളിൻ്റെ വെള്ളാർമല സ്കൂളിലേക്ക് തനിക്ക് പോകണം. വെള്ളാർമല ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മുന്നിലും പിന്നിലും ദുരന്തം എങ്ങനെയാണ് ആ നാടിനെ ഇല്ലാതാക്കിയത് എന്നുള്ളത് ആ സ്കൂളിനടുത്തേക്ക് പോയി നേരിട്ട് കണ്ടതാണ് പ്രധാനമന്ത്രി. മാത്രമല്ല ആ റീജിയൺ, ആ ഒരു മേഖലയ്ക്ക് മൊത്തം ഉണ്ടായിരിക്കുന്ന നഷ്ടം എത്രത്തോളമാണ്,
ഒരു പ്രദേശത്തെ മുഴുവൻ തകർത്ത ഒരു ദുരന്തമാണ്. ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രയാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ദില്ലിയിലേക്ക് എത്തിയതിനു ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ എക്സ്പോസ്റ്റ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ കേരളത്തിലുണ്ടായിരുന്ന ഈ 7 മണിക്കൂർ നേരം വയനാടിനെ എങ്ങനെ വീണ്ടെടുക്കാം വയനാടിനെ എന്നുള്ള ആ ഒരു വാചകം തൻ്റെ ഉള്ളിൽ ഏറ്റുവാങ്ങിയാണ് നരേന്ദ്രമോദി പോയത് എന്നുള്ളത് വ്യക്തമാണ്. സർക്കാർ കണക്കുകൾ അനുസരിച്ച് 226 പേരുടെയാണ് മരണം സ്ഥിരീകരിച്ചത്. ഈ പൂർണ്ണ മൃതദേഹമല്ലാതെ കിട്ടിയതൊന്നും ഒരു മൃതദേഹമായി കണക്കാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ കണക്കുകൾ അങ്ങനെ നിൽക്കുകയാണ്. അതിൻ്റെ അന്തിമ പട്ടിക വരേണ്ടതുണ്ട്. ഇവിടെ കൈകോർത്ത് നിൽക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൈകോർത്ത് നിൽക്കുക മാത്രമല്ല, ഒപ്പമുണ്ട്, ഞാൻ മുന്നിട്ട് നിന്നിത് ചെയ്തു തരും, അങ്ങനെ ഒരു ഉറപ്പാണ് നരേന്ദ്രമോദി കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഒരു ജസ്റ്ററാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അത് ഇതിനു മുൻപുള്ള ഏതെങ്കിലും ദുരന്തവേളയിൽ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് പോയി നരേന്ദ്രമോദി ഇതുപോലെ ഞാൻ മുന്നിട്ട് നിന്നിത് നടപ്പാക്കും, വയനാടിൻ്റെ പുനരധിവാസം നടപ്പാക്കും, അങ്ങനെ ഒരു ഉറപ്പ് ആ നാട്ടിൽ പോയി ഇതേ രീതിയിൽ കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. എക്സ്പോസ്റ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ദില്ലിയിൽ നിന്നുള്ള പ്രതികരണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു നാട്ടിൽ വന്ന് ആ നാട്ടിലെ ദുരന്തമുണ്ടായ മേഖലകളിലൂടെ ആകാശപ്പറക്കൽ നടത്തി അവിടെ ദുരന്തമുണ്ടായ മേഖലയിൽ ഈ വെള്ളാർമല ഭാഗത്തേക്ക് ആ കല്ലുകൾ ഉരുണ്ടുകൂടിയിടത്തേക്ക് മന്ത്രിമാരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. മുഖ്യമന്ത്രി പോലും പോയിട്ടില്ല, ആ ഭാഗത്തേക്ക് മുഖ്യമന്ത്രി പോലും പോയിട്ടില്ല. അവിടെയാണ് പ്രധാനമന്ത്രി ഇന്ന് നടന്നെത്തിയത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഒപ്പമുണ്ടായിരുന്നു, ചീഫ് സെക്രട്ടറി ഉണ്ടായിരുന്നു, ADGP MR അജിത് കുമാർ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ടായിരുന്നു, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ഒപ്പമുണ്ടായിരുന്നു. ആ വെള്ളാർമല ഭാഗത്തേക്ക് പോകുമ്പോൾ അതിൽ നമ്മൾ മുഖ്യമന്ത്രിയെ കാണുന്നില്ല. അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളായിരിക്കാം ഒരു പക്ഷേ. നടന്നു പോകണം, 45 മിനിറ്റോളം സമയം നടന്നാണ് പ്രധാനമന്ത്രി പോയത്. അവിടേക്ക് നേരത്തെ ആർമി ടീം, അതുപോലെ തന്നെ രക്ഷാപ്രവർത്തകർ, അവരൊക്കെ ബുദ്ധിമുട്ടി തന്നെ പോയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. നമ്മളും പോയ മേഖലയാണ്. അവിടെ നിന്ന് നമ്മൾ തത്സമയം സംപ്രേഷണം ചെയ്തതാണ്. അവിടുത്തെ ദുരന്ത കാഴ്ച എന്താണ്, എത്ര വീടുകൾ ഇവിടെ നഷ്ടമായിട്ടുണ്ട് എന്ന്. ആ പാറക്കുട്ടങ്ങൾക്കിടയിലൂടെ നടന്നു പോകുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ കുറേ പാറകളൊക്കെ മാറ്റിയിട്ടുണ്ട്, സഞ്ചാര യോഗ്യമായിട്ടുണ്ട് കുറച്ച് ഭാഗമെങ്കിലും. എങ്കിലും എപ്പോൾ വേണമെങ്കിലും ഒരു അപകട സാധ്യതയുള്ള ഒരു പ്രദേശത്താണ് പ്രധാനമന്ത്രി പോയത്. അത് 1-2 മിനിറ്റല്ല, വേണമെങ്കിൽ വാഹനത്തിൽ പോയി ഇവിടെ ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ADGP വിശദമാക്കി കൊടുക്കുന്നത്, അല്ലെങ്കിൽ ആ മേഖലയുടെ ദൃശ്യം കണ്ട് അദ്ദേഹത്തിന് അത് അവസാനിപ്പിക്കാമായിരുന്നു. പക്ഷേ നരേന്ദ്രമോദി അത് ചെയ്തില്ല. അതിൻ്റെ അർത്ഥം ആ മേഖലയിൽ എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യർക്കൊപ്പം ഉണ്ടാകുമെന്നുള്ള ഉറപ്പാണ്. ഇതൊരു അസാധാരണ ദുരന്തം എന്നതാണ് പ്രധാനമന്ത്രി പ്രയോഗിച്ച വാചകം. അസാധാരണമാണ്. അതുകൊണ്ട് തന്നെ അസാധാരണമായ രീതിയിൽ തന്നെ വേണം അതിനുള്ള സഹായം. അത് സാമ്പത്തിക സഹായം എന്നതിനൊപ്പം തന്നെ അവിടെ നടപ്പാക്കേണ്ട പുനരധിവാസമുണ്ട്. അവിടെയുള്ള മനുഷ്യരുടെ സാമ്പത്തികമായ മാനസികമായ പുനരധിവാസമുണ്ട്. അവരുടെ മനസ്സിനേറ്റ മുറിവെന്ന് പറയുന്നത് ആ മല ഇങ്ങനെ വിണ്ടുകീറി 2ആയി പിളർന്നതും പോലെയല്ല, അതിനേക്കാൾ ആഴത്തിൽ അവരുടെ മനസ്സുകളിൽ വിള്ളലുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനൊരു പരിഹാരം അതറിയുന്നതിന് വേണ്ടിയിട്ടാണ്, അത് കണ്ടറിയുന്നതിനാണ്, അത് തൊട്ടറിയുന്നതിനാണ്, അത് അടുത്തറിയുന്നതിനാണ് നരേന്ദ്രമോദി എത്തിയത് എന്നുള്ളതാണ്. ഇവിടെ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ പണമില്ലാത്തതിൻ്റെ പേരിൽ ഈ റീബിൽഡിംഗ് പ്രോസസ്സ് നിന്നു പോകില്ല. കാരണം ഒരു പ്രധാനമന്ത്രി ഒരു സ്ഥലത്ത് വന്ന് അവിടുത്തെ ദുരന്തം കണ്ടറിഞ്ഞ് അവിടുത്തെ നാട്ടുകാരുടെ മുന്നിൽ അവിടുത്തെ കളക്ട്രേറ്റിലിരുന്ന് കൊടുക്കുന്ന ഉറപ്പാണ്. അത് കൃത്യമായ ബോധ്യത്തോടെ കൊടുക്കുന്ന ഉറപ്പാണ്. അവിടെ സംസ്ഥാനത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ കേവലം നിങ്ങൾ 2000 കോടി വേണമെന്ന് പറഞ്ഞാൽ പോരാ. എത്രയാണോ, ഏതൊക്കെ മേഖലകൾക്ക്, ഉണ്ണി സാർ നേരത്തെ പറഞ്ഞതുപോലെ എത്രയാണോ നാശനഷ്ടം ഉണ്ടായത്, എവിടെയൊക്കെയാണോ തകർന്നു കിടക്കുന്നത്, അതിനെ എങ്ങനെയാണോ പുനർനിർമ്മിക്കേണ്ടത്, നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ നല്ല രീതിയിലുള്ള ഒരു ജീവിത രീതിയും സൗകര്യങ്ങളുമാണ് നമ്മൾ അവർക്ക് ഒരുക്കി കൊടുക്കേണ്ടത്. അതൊരിക്കലും താഴേക്കല്ല പോകേണ്ടത്. നമ്മൾ അവരുടെ ജീവിത നിലവാരത്തെ, അല്ലെങ്കിൽ അവർക്കുണ്ടായ വ്യക്തിപരമായ നഷ്ടം നമുക്ക് നികത്താൻ കഴിയില്ല. അവരുടെ ഉറ്റവരെയാണ് നഷ്ടപ്പെട്ടത്. അവന്തിക എന്ന കുഞ്ഞിൻ്റെ അമ്മൂമ്മ ലക്ഷ്മി പറയുന്നുണ്ട്, എൻ്റെ കുഞ്ഞിനെ വിളിച്ചുണർത്തരുതേ, അവൾ ഉണർന്നാൽ അപ്പോൾ തന്നെ. അന്ന് മുതലേ ആ അമ്മൂമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ആ ദുരന്തമുണ്ടായ ദിവസം മുതൽ വിംസ് ആശുപത്രിയിൽ നിന്ന് നമ്മൾ കേൾക്കുന്നതാണ്. ഒരു തവണ ആ കുഞ്ഞിനെ കാണാൻ പറ്റൂ, വീണ്ടും ആ കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോകാൻ കഴിയില്ല. ഞാൻ എൻ്റെ അനുഭവത്തിൽ എന്ന് പറയുന്നത് ആ കുഞ്ഞിനെ നമുക്ക് വീണ്ടും പോയി കാണാൻ കഴിയില്ല. കാരണം അതിൻ്റെ കുഞ്ഞിൻ്റെ അമ്മൂമ്മ ഇരുന്ന് പറയുന്നുണ്ട്, ഈ കുഞ്ഞ് ഉണരുമ്പോഴെല്ലാം അത് ചോദിക്കുന്നത് അച്ഛനെയും അമ്മയെയും സഹോദരനെയുമാണ്. അവർ നഷ്ടമായി എന്നുള്ളത് ആ കുഞ്ഞിന് പൂർണ്ണമായും ഉൾക്കൊള്ളാൻ കഴിയണം. അതുപോലെ തന്നെയാണ് മറ്റുള്ളവരുടെ കാര്യങ്ങളും. ഇന്ന് പ്രധാനമന്ത്രി ചേർത്ത് പിടിച്ച 3 വയസ്സുകാരി നൈസ, ഒരു മഞ്ഞ ഫ്രോക്കിട്ട കുഞ്ഞ്, അതിന് 3 വയസ്സാണ്, നൈസ എന്നാണ് പേര്, ഉമ്മയുടെ പേര് ജസീല. ആ മഞ്ഞ ഫ്രോക്കിട്ട കുഞ്ഞ് പ്രധാനമന്ത്രിയുടെ മുഖത്ത് കൈ ചേർത്ത് നിൽക്കുന്ന, പ്രധാനമന്ത്രി അവളെ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന ആ ചിത്രമാണ് ഇന്ന് ആ ദുരന്ത ഭൂമിയിൽ പ്രധാനമന്ത്രി വന്നതിലെ ഏറ്റവും നമ്മുടെ മനസ്സിൽ ചേർന്ന് നിൽക്കുന്ന, ഉടക്കി നിൽക്കുന്ന ചിത്രമായിട്ട് എനിക്ക് തോന്നിയത്. കാരണം ആ കുഞ്ഞിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുമ്പോൾ, വിംസ് ആശുപത്രിയിലേക്ക് ആ കുഞ്ഞിൻ്റെ ഒരു ബന്ധുവിനാണ് ഈ കുഞ്ഞിനെ കിട്ടുന്നത്. ചെളിയിൽ പുതഞ്ഞ് കിടക്കുകയായിരുന്നു ഈ കുഞ്ഞ്. ഒരു ചുവന്ന ഓവർകോട്ടൊക്കെ ഇട്ട് ആ കുഞ്ഞിനെ ആ രാത്രിയിൽ എടുത്തുകൊണ്ട് വരികയാണ്, രാത്രിയല്ല പുലർച്ചെ എടുത്തുകൊണ്ട് വരികയാണ്. അവിടെ നിന്ന് ആ കുഞ്ഞിനെ മാത്രമാണ് കിട്ടിയത്. ആ കുഞ്ഞിൻ്റെ മറ്റാരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന് അറിയില്ല. അമ്മ രക്ഷപ്പെട്ടോ എന്നറിയില്ല. അമ്മ അതീവ ഗുരുതരാവസ്ഥയിൽ കിടക്കുകയാണ് എന്നുള്ളത് പിന്നീടാണ് അറിയുന്നത്. ഈ കുഞ്ഞിൻ്റെ ആരൊക്കെ രക്ഷപ്പെട്ടു എന്നറിയില്ല. അത്രയ്ക്ക് ദുരന്തം നേരിട്ട കുഞ്ഞാണ് ഇന്ന് ആ മഞ്ഞ ഉടുപ്പിട്ടുകൊണ്ട് പ്രധാനമന്ത്രിയുടെ അടുത്ത് നിന്ന്. അന്ന് അവളുടെ കവിളിലൊരു മുറിപ്പാടൊക്കെ ഉണ്ടായിരുന്നു. ഒരു ചുവന്ന കോട്ടൊക്കെ ഇട്ട് ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വരികയായിരുന്നു. ആ ചെളിയിൽ നിന്ന് കോരിക്കൊണ്ട് വരികയായിരുന്നു ആ കുഞ്ഞിനെ. ആ കുഞ്ഞിൻ്റെ സഹോദരങ്ങളടക്കം 5 പേരെ അതിന് നഷ്ടപ്പെട്ടു. ഉമ്മ മാത്രമാണ് ഇന്ന് കൂടെയുള്ളത്. ഉമ്മയുടെ കട്ടിലിൽ
ഒന്നും അറിയാത്ത മട്ടിൽ ചിരിച്ചു നിൽക്കുകയാണ് ആ കുഞ്ഞിന് 3 വയസ്സേ ഉള്ളൂ. അവൾ ചിലപ്പോൾ ഇതൊക്കെ മറന്നു പോകുമായിരിക്കും, അവളുടെ മനസ്സിലെ ഈ ദുരന്തത്തിൻ്റെ തീവ്രതയൊക്കെ പോകുമായിരിക്കും. പക്ഷേ ഉമ്മയ്ക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. ഉമ്മ ജസീലയ്ക്ക് എല്ലാവരെയും നഷ്ടപ്പെട്ട ആ ദുഃഖത്തോടു കൂടിയാണ് അവരിന്ന് പ്രധാനമന്ത്രിക്ക് മുന്നിൽ നിന്നത്. അരുണിനെ നമ്മൾ കണ്ടു. അരുണ് ആ ചെളിയിൽ, കഴുത്തറ്റം ചെളിയിൽ പരമാവധി നീങ്ങിപ്പോകുന്നത് നമ്മുടെ ദൃശ്യങ്ങളിലൂടെയും നമ്മൾ തത്സമയം പിറ്റേ ദിവസം 31-ാം തീയതി രാവിലെ നമ്മൾ കണ്ടതാണ് അരുണിൻ്റെ ദൃശ്യം. അരുൺ ഇങ്ങനെ നീന്തി പോവുകയാണ്. അരുൺ കിടന്നിരുന്ന മുറിയിലേക്ക്, ആ മുറിയിലുണ്ടായിരുന്ന ജനലിൻ്റെ പാളി, അതെല്ലാം അരുണിൻ്റെ ദേഹത്തേക്കാണ് വന്നടിക്കുന്നത്. ജനൽപ്പാളി വന്നടിച്ചു, കട്ടിൽ വന്നടിച്ചു, അലമാര വന്നടിച്ചു. അമ്മ വന്ന് പിടിച്ചു കയറ്റാൻ നോക്കി അരുണിനെ, പക്ഷേ അരുണിനെ പിടിച്ചു കയറ്റാൻ കഴിഞ്ഞില്ല. കൂടുതൽ ആളുകളെ വിളിക്കാൻ വേണ്ടി അമ്മ പോകുമ്പോഴേക്കും അരുൺ ഒഴുകി പോവുകയാണ്. അരുണിനപ്പോൾ ശ്വാസം എടുക്കാൻ പറ്റുന്നുണ്ട്. അരുൺ തന്നെ പറയുന്ന അനുഭവമാണ്, ശ്വാസം എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ജീവിച്ചേ മതിയാകൂ എന്ന ഒരു ഇതിൽ നിൽക്കുകയായിരുന്നു അരുൺ. ആ അരുണിൻ്റെ അടുത്തേക്ക് എത്തി ആശ്വസിപ്പിക്കുമ്പോൾ അവർക്കൊക്കെ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ്, എൻ്റെ തൊട്ടടുത്ത് വന്ന് നിന്ന് എൻ്റെ നാട്ടിൽ, വയനാട്ടിലെ ഒരു കുഗ്രാമത്തിൽ അല്ലെങ്കിൽ ആരും അറിയാതെ കിടന്നിരുന്ന ഒരു പ്രദേശത്ത് ആയിരുന്നിരിക്കാം ഞാൻ താമസിച്ചിരുന്നത്. പക്ഷേ എനിക്കൊരു വിഷമമുണ്ടായപ്പോൾ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എൻ്റെ തൊട്ടടുത്ത് വന്ന് നിൽക്കുന്നു എന്ന് പറയുന്നത്, അത് കൊടുക്കുന്ന ഒരു പോസിറ്റീവ് സ്ട്രോക്ക് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അത് ഒരു ദുരിതാശ്വാസ സഹായമായി കൊടുക്കുന്ന തുകയേക്കാൾ വലുതാണ് ആ സാമീപ്യം, ആ സന്ദർശനം, ആ തൊട്ട് ആശ്വസിപ്പിക്കൽ എന്നുള്ളത്. അതും ഒരു ഇമോഷണൽ വെൽബീയിങ്ങിന് ഒരു പ്രധാനപ്പെട്ട ഘടകമാണെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇന്ന് നേരത്തെ നിശ്ചയിച്ചതിനേക്കാൾ 2 മണിക്കൂർ വേണ്ടി വന്നത് ഇങ്ങനെയുള്ള ഇമോഷണൽ കണക്റ്റുള്ള ഇടങ്ങളിൽ കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വന്നതുകൊണ്ടാണ്. ആകാശ നിരീക്ഷണം നടത്തി ആശുപത്രിയിലെ വിസിറ്റൊക്കെ കട്ട് ഷോട്ട് ചെയ്ത് പേരിന് 1-2 പേരെ കണ്ടെന്ന് വരുത്തി അദ്ദേഹത്തിന് പോകാമായിരുന്നു. പക്ഷേ അങ്ങനെയല്ലല്ലോ ചെയ്തത്. വിംസ് ആശുപത്രിയിൽ വന്ന അവന്തികയെ, അരുണിനെ, അനിലിനെ, സുഹൃതിയെ, ഒപ്പം ജസീലയെ, കുഞ്ഞുമോൾ നൈസയെ, റസീനയെ, അങ്ങനെ എല്ലാവരെയും കണ്ട് നിശ്ചയിച്ചതിനേക്കാൾ കൂടുതൽ മനുഷ്യരുമായി സംസാരിച്ച്, അതുപോലെ ക്യാമ്പിലുള്ള മനുഷ്യരെ, അവരുടെ വന്നു പോയതിനു ശേഷമുള്ള ആ മനുഷ്യരുടെ പ്രതികരണങ്ങളിലുണ്ട്. ആരെയും ഒന്നും പറയിപ്പിക്കുന്നതല്ല. അടുത്ത് വന്ന് നിന്നപ്പോൾ തങ്ങൾക്ക് കിട്ടിയ ഒരു ആശ്വാസത്തെക്കുറിച്ച് ആ മനുഷ്യർ ആ മൊമെൻറ്റിൽ തന്നെയാണ്, പ്രധാനമന്ത്രി ഇറങ്ങി തൊട്ടടുത്ത മൊമെൻറ്റിലാണ് അർജുൻ കല്യാട് അവരോട് ചോദിക്കുന്നത്. അവിടെ അല്ലാതെ അവർക്ക് വേറൊന്നും പറയാനില്ല. അവർക്ക് അത്രയും ആശ്വാസം തോന്നി എന്നുള്ളത് അവരുടെ മുഖത്ത് നമ്മൾ കേൾക്കുകയാണ്. ആ ഒരു ആശ്വാസമാണ് പ്രധാനമന്ത്രിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ചത്. 3:55 കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യേണ്ട വിമാനം 5:55 ശേഷമാണ് ടേക്ക് ഓഫ് ചെയ്തത്. ആ 2 മണിക്കൂർ വയനാടിന് വേണ്ടി മാറ്റിവെച്ചത്, അത് വയനാട് ഒരിക്കലും മറക്കില്ല എന്നുള്ളതാണ്. ദുരന്തബാധിതരുടെ ഭാവി, അതാണ് ഇനി നമ്മുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം. അതിൽ സാധ്യമായ എല്ലാ സഹായവും ചെയ്യും എന്ന് പ്രധാനമന്ത്രി ഉറപ്പ് നൽകുമ്പോൾ ആ സാധ്യമായ സഹായത്തെ കൃത്യമായി ക്രോഡീകരിച്ച് വസ്തുതകൾ അടങ്ങുന്ന ഒരു മെമ്മോറാണ്ടം സബ്മിറ്റ് ചെയ്ത് അത് നമ്മുടെ വയനാടിന് വേണ്ടി, നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി വാങ്ങിയെടുക്കേണ്ടത് സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. അത് ഉടൻ തന്നെ സമർപ്പിക്കുമെന്ന് സർക്കാരും പറയുന്നു. മുഖ്യമന്ത്രിയുടെ കൈ ചേർത്ത് പിടിച്ചിങ്ങനെ നിൽക്കുന്ന പ്രധാനമന്ത്രിയുടെ ആ ചിത്രം പോലെ കേന്ദ്രവും കേരളവും കൈകോർത്ത് തന്നെ ഈ കാര്യത്തിൽ മുന്നോട്ട് പോകുമെന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. ഇതിൽ സെൻറ്റിമെൻറ്റ്സിനപ്പുറം ആ മനുഷ്യരെ ചേർത്ത് പിടിക്കുക, അവരെ നല്ല ഒരു ജീവിത സാഹചര്യത്തിലേക്ക്, അതായത് അവരുടെ ഒരു ഭാവി മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇനി കേരളം മുന്നിട്ട് നിൽക്കുന്നത്. ചെറുതായി നിൽക്കുന്ന സഹായങ്ങളെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് ഒന്നിച്ചുള്ള ഒരു സഹായം, അവർക്കായ ഒരു ടൗൺഷിപ്പ്, അവരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്ന രീതിയിൽ പള്ളിയും പള്ളിക്കൂടവും ആരാധനാലയവും എല്ലാമുള്ള ഒരു ജീവിത സാഹചര്യം അവർക്ക് സൃഷ്ടിച്ചു കൊടുക്കുന്നതിന് കേന്ദ്രവും കേരളവും ഒന്നിച്ചു നിൽക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതിപ്പോൾ മെമ്മോറാണ്ടം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 2000 കോടിയല്ല, അതിനും അപ്പുറമുള്ള സഹായം വേണമെങ്കിലും തരാൻ തയ്യാറാണ് എന്ന് പറയുന്ന ഒരു നരേന്ദ്രമോദിയാണ് എനിക്കിന്ന് വയനാട്ടിൽ കാണാൻ കഴിഞ്ഞത്. ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇപ്പോൾ വയനാട് എന്ന് പറയുന്നത് അപകടകരമായൊരു സൂചനയാണ്. കാരണം ഇപ്പം നമ്മൾ ഈ മലയോര പ്രദേശത്ത് ജീവിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ തീരദേശങ്ങളിൽ ജീവിക്കുന്നില്ല. നമ്മൾ ഈ പറയുന്നൊരു മധ്യമേഖലയിൽ ജീവിക്കുന്ന ആളുകളൊക്കെ വിചാരിക്കുന്നത് നമ്മളൊക്കെ വളരെ സേഫാണ് എന്നുള്ളതാണ്. ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ ഒരു പഠനം, അതിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, അതിൻ്റെ വിവാദങ്ങൾ നിൽക്കട്ടെ, പക്ഷേ അതിൻ്റെ ചില കണ്ടെത്തലുകൾ വളരെ പ്രധാനമാണ്. ഇപ്പം 1,29,000 സ്ക്വയർ കിലോമീറ്റർ ഭൂമി എന്ന് പറയുന്നത് പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ട ഭൂമിയാണ്. അത് 6 സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഈ 1,29,000 സ്ക്വയർ കിലോമീറ്റർ ഭൂമി ഇക്കോളജിക്കലി ഫ്രജൈലാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ പരിഹാരം, അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളും ഒക്കെ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഇതൊരു ഫാക്റ്റാണ്, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഫാക്റ്റാണ്. ആ പറയുന്ന ഇക്കോളജിക്കലി ഫ്രജൈലായിരിക്കുന്ന, പരിസ്ഥിതി ദുർബലമായിരിക്കുന്ന ഒരു പ്രദേശത്ത് അധിവസിക്കുന്ന ആളുകളാണ് കേട്ടോ നമ്മളൊക്കെ. നമുക്കിപ്പം കടൽ തീരത്ത് താമസിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടും മലയോര പ്രദേശങ്ങളിൽ താമസിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടും തൽക്കാലം നമ്മൾ സേഫാണെന്ന് വിചാരിച്ചിരിക്കുന്നു. നമ്മുടെ ഈ ഭിത്തികളുടെ ഉറപ്പിൽ നമ്മളങ്ങനെ വിചാരിച്ചിരിക്കുന്നതാണ്. പക്ഷേ ഈ അതിതീവ്രമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. കാലാവസ്ഥാ വ്യതിയാനം മലയാളികൾ ലോകമെമ്പാടും അനുഭവിക്കുന്നുണ്ട്, മലയാളികൾ പ്രത്യേകിച്ച് അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നമ്മുടെ നാട്ടിൽ തന്നെ നോക്കിയാൽ, ഇപ്പോൾ വിഷുക്കാലത്താണല്ലോ ഈ കണിക്കൊന്ന പൂക്കുക. ഇപ്പം എത്ര ചില 2 മാസം മുമ്പ് കണിക്കൊന്നകൾ ഫെബ്രുവരി പകുതിയാകുമ്പോൾ ആ പൂക്കും. പിന്നെ ഈ കണിക്കൊന്ന എന്ന് പറയുന്നത് ഈ ഏപ്രിൽ കിട്ടാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ നോക്കൂ, കഴിഞ്ഞ 32 മണിക്കൂർ ഈ പറയുന്ന വയനാട്ടിൽ ഇത്രയും വലിയൊരു ദുരന്തം
ദുരന്തത്തിന് വഴിവെച്ചത് ഈ പറയുന്ന അതിതീവ്ര മഴയാണല്ലോ. 32 മണിക്കൂറിനകത്ത് 800 മില്ലിമീറ്റർ മഴ പെയ്യുകയാണ്. അങ്ങനൊരു ഒരു കാലാവസ്ഥയിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കേരളത്തിൽ ഈ വയനാടിൻ്റെ മാത്രം പ്രത്യേകതയല്ല. അപ്പം കൊച്ചിയിൽ താമസിക്കുന്നവർക്ക്, തിരുവനന്തപുരത്ത് താമസിക്കുന്നവർക്ക് ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ അവരനുഭവിച്ചിട്ടുള്ള ഈ മഴയുടെ തീവ്രത എത്ര ശക്തമാണ്. ഇത് കൂടുതൽ ഇൻറ്റൻസിഫൈ ചെയ്യാൻ പോവുകയാണ്, കൂടുതൽ തീവ്രമാകാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ വലിയ അപകടകരമായ സൂചനകളിൽ ഒന്നാണ് ഈ വയനാട് എന്ന് പറയുന്ന വയനാട്ടിലുണ്ടായിട്ടുള്ള ദുരന്തം. അപ്പോൾ മുഖ്യമന്ത്രി ആവശ്യപ്പെടുന്ന ഈ കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിനുള്ള സഹായം ആവശ്യപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഒരു രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് വയനാടിൻ്റെ ഈ പറയുന്ന മുണ്ടക്കയിലെയും ഈ പറയുന്ന ചൂരൽമലയും പുഞ്ചിരിമട്ടവും ഒക്കെ നമ്മൾ പുനഃസ്ഥാപിക്കേണ്ടതുണ്ട്. പക്ഷേ അവിടെ ഇത് അവസാനിക്കാൻ പാടില്ല. അത് അവിടുത്തെ പ്രശ്നം മാത്രമല്ല, മൊത്തം സംസ്ഥാനത്തിൻ്റെ ഒരു ഇക്കോളജിക്കലി ഫ്രജൈലായിരിക്കുന്ന ഒരു പ്രദേശത്ത് ജീവിക്കുന്ന മനുഷ്യർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ എടുക്കേണ്ട മുൻകരുതലുകൾ വളരെ പ്രധാനമാണ്. ഇപ്പോൾ കഴിഞ്ഞ 2018 2019 പ്രളയത്തിൻ്റെ അവസ്ഥ എന്താ? ഈ പ്രളയത്തിൽ നിങ്ങൾ ഈ പറയുന്ന എല്ലാ നഗരങ്ങളും വെള്ളത്തിൽ മുങ്ങിയില്ലേ? നഗരപ്രദേശങ്ങൾ വെള്ളത്തിൽ മുങ്ങിയില്ലേ? ഫ്ളാറ്റുകളുടെയൊക്കെ മുകളിലേക്ക് തന്നെ ഉയർന്നു വെള്ളം പൊന്തിയില്ലേ? റാന്നി ടൗൺ വെള്ളത്തിനടിയിലായി. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ നമ്മൾ ആരും സുരക്ഷിതമായ സ്ഥലങ്ങളിലല്ല ജീവിക്കുന്നത്. പക്ഷേ നമുക്ക് ഇവിടുന്ന് ഒഴിഞ്ഞു പോകാനും കഴിയില്ല. ഇത്തരത്തിലുള്ള പ്രകൃതി ഭീഷണികൾ ഉണ്ടായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ ഒഴിഞ്ഞു പോവുകയല്ല ചെയ്തത്, അതിനെ ബുദ്ധിപരമായി, ശാസ്ത്രീയമായി, സാങ്കേതികമായി പ്രതിരോധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് മനുഷ്യർ എപ്പോഴും അതിജീവിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ സാധ്യതകളെ കണ്ടെത്തുന്നതിനുള്ളൊരു ശ്രമം ആരംഭിക്കേണ്ടതാണ്. അത് ഞാൻ പറയുന്നത് ഈ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമായിട്ട് ഇതിനെ കാണേണ്ടതുണ്ട്. കാരണം ഇതിപ്പോൾ നമ്മുടെ നാട്ടിൽ കുറച്ച് പരിസ്ഥിതി സംഘടനകളെ അവർക്ക് ഈ മരം മുറിക്കരുത് എന്നൊക്കെ പറയുന്നത് അവർക്ക് ഭ്രാന്താണ്, വട്ടാണെന്നൊക്കെ പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരിക്കും നമ്മൾ. പ്രശ്നം വെച്ചാൽ ഇതൊരു പരിസ്ഥിതി സംഘടനകളുടെ മാത്രം ഉത്തരവാദിത്തം അല്ല, ഇത് രാഷ്ട്രീയ സംഘടനകളുടെ ഉത്തരവാദിത്തമാണ്. എന്തുകൊണ്ടാണ് രാഷ്ട്രീയ സംഘടനകളുടെ ഉത്തരവാദിത്തമാണെന്ന് ഞാൻ പറയുന്നത്? കാരണം വെച്ചാൽ രാഷ്ട്രീയ സംഘടനകളാണ് പിന്നീട് ഭരിക്കുക. ഏത് പാർട്ടിയായാലും കേരളം ഭരിക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ മുന്നണിയോ ആണല്ലോ. അവർക്കൊരു കാഴ്ചപ്പാടുണ്ടാവണമല്ലോ ഈ കാര്യത്തിനകത്ത്. അപ്പോൾ ആ കാഴ്ചപ്പാടുണ്ടെങ്കിൽ മാത്രമേ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അതൊരു പോളിസി ആയിട്ട് വരികയുള്ളൂ. അപ്പോൾ ഇപ്പോൾ നിലവിലുള്ള കാര്യങ്ങൾ തന്നെ നമ്മൾ നടപ്പാക്കുന്നതിൽ എത്രത്തോളം പിന്നോട്ട് പോകുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഈ ഹൈക്കോടതിയുടെ ചോദ്യമുണ്ടല്ലോ, അത് ചെറിയ ചോദ്യമാണോ? ഓരോ ജില്ലകളിലും ഈ പറയുന്ന എൻവയോൺമെൻ്റലായിട്ടുള്ള ഓഡിറ്റിംഗ് നടത്തണം എന്നുള്ളതാണ്. ആ നടത്തണം എന്നുള്ളൊരു പോളിസിയാണ്. ആ പോളിസി നമ്മൾ നടപ്പാക്കുന്നതിൽ അത് അടിസ്ഥാനപരമായിട്ട് പഞ്ചായത്ത് യൂണിറ്റുകൾ മുതലാണ് കേട്ടോ ഈ പറയുന്ന പരിസ്ഥിതി ഓഡിറ്റിംഗ് നടത്തേണ്ടത്. അതൊന്നും തന്നെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ ഈ പഞ്ചായത്തിലെ ഭരണം പിടിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട്, അതിൻ്റെ രാഷ്ട്രീയ പോരാട്ടങ്ങളിൽ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ ആ പഞ്ചായത്ത് നിൽക്കുന്ന ഭൂമികയിൽ മനുഷ്യരെത്രത്തോളം സുരക്ഷിതരാണ് എന്നുള്ള അടിസ്ഥാനപരമായൊരു കാര്യമുണ്ടല്ലോ ഈ സർക്കാരുകൾ നിർവഹിക്കേണ്ട. ആ കാര്യത്തിനകത്ത് നമ്മൾ യാതൊരു ശ്രദ്ധയും കൊടുക്കും. കുട്ടിക്കൽ ദുരന്തം ഉണ്ടായപ്പോൾ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഒരുപാട് ദുരന്തങ്ങളുടെ മുഖത്തൊക്കെ വെച്ച് നമ്മൾ പറയുന്നുണ്ടെന്നേ. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ ഭിന്നമായിട്ട് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ നമ്മളിതിനെ ചെറുതായിട്ട് കാണണ്ട. 400 പേര് മരിച്ചൊരു ദുരന്തം അടുത്ത കാലത്ത് എവിടെയാണ്? ഈ പറയുന്ന ഒഡീഷയൊക്കെ വലിയ ഈ പറയുന്ന റിസ്ക് പ്രോണായിട്ടുള്ള ആ റിസ്ക് എക്സ്പോഷറുള്ള സ്ഥലങ്ങളാണ് നമ്മൾ പറയും. സൈക്ലോണൊക്കെ വളരെ കറക്റ്റാണ്. പക്ഷേ ഇത്രയും വലിയ മനുഷ്യരുടെ ഡെത്ത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല അടുത്ത കാലത്തൊന്നും. അപ്പോൾ നമ്മൾക്ക് ഈ 3 വാർഡുകളിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് കൊടുക്കണം. 10, 11, 12 3 നമ്പറുകളിലെ വാർഡുകളിൽ മാത്രമാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് വലിയൊരു തീവ്രമായ മഴയായിട്ട് സംസ്ഥാനത്തെ ബാധിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡെട്രോളൊക്കെ എവിടെ പോകും? നമ്മളെത്ര സുരക്ഷിതരാണ്? അതുകൊണ്ടാണ് ഈ പറയുന്ന പ്രിപ്പയർഡ്നെസ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ പ്രിപ്പയർഡ്നെസ്, നമ്മുടെ ഒരു അലേർട്ട്നെസ്, ഇതിനൊക്കെ വേണ്ടിയിട്ട് വലിയ സാധ്യതകൾ ശാസ്ത്രീയമായി തന്നെ സാങ്കേതികമായി തന്നെ ചെയ്യാൻ കഴിയും നമുക്ക്. മാത്രമല്ല പരിസ്ഥിതി ശാസ്ത്രജ്ഞരെ കേൾക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. അത് അവരെ പരിഹസിക്കുന്ന രീതിയിലുള്ള സമീപനമുണ്ട്. ഈ വികസനം പറയുന്നവർക്ക് ഈ പരിസ്ഥിതി ശാസ്ത്രജ്ഞർ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു പുച്ഛമാണ്. ആ നിലപാടൊക്കെ മാറ്റേണ്ട സമയമായി. ഏതെങ്കിലും ഒരു നമ്മൾ മല തുരന്നിട്ട് ഒരു പാത കൊണ്ടുവരുമ്പോൾ ആ പാതയിലൂടെ വളരെ വേഗത്തിൽ നമുക്ക് സഞ്ചരിച്ച് അടുത്ത സംസ്ഥാനത്ത് എത്താൻ കഴിയുന്നു. അങ്ങനെ അടുത്ത സംസ്ഥാനത്ത് എത്താൻ കഴിയുമ്പോൾ അതൊരു വികസനമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷേ നമ്മൾ നോക്കി ഷിരൂരിൽ നമ്മൾ ചർച്ച ചെയ്ത ആ പാതകളെല്ലാം ഇപ്പം നമ്മൾ അതിനുശേഷം ഒരു അടുത്ത ദിവസം ഈ ഷിരൂരിൻ്റെ തൊട്ട് പിന്നാലെ നമ്മളൊരു ലൈവ് ചെയ്തല്ലോ, കേരളത്തിലെ ദേശീയ പാതകൾ എത്ര സുരക്ഷിതമാണെന്ന് നമ്മൾ അന്വേഷിച്ചല്ലോ. അന്വേഷിച്ചപ്പോൾ എന്താ, ഈ മലകൾ കുന്നുകളൊക്കെ ഇങ്ങനെ ചെത്തി നിർത്തിയിരിക്കുകയാണ്. ഈ ചെത്തി നിർത്തുക എന്ന് പറഞ്ഞാൽ അതിന് വേറെ ഒരു പ്ലാസ്റ്ററിങ്ങും ഇല്ല, കരിങ്കല്ല് കൊണ്ട് തന്നെ അത് കെട്ടി മറയ്ക്കണം. കാരണം എന്തെങ്കിലും ഒരു ഇടിവ് സംഭവിക്കുകയാണെങ്കിൽ ഇത് നേരെ മറിഞ്ഞ് റോഡിലേക്കാണ് വീഴുക. എന്തൊരു വലിയ ദുരന്തമാണ് ഉണ്ടാവുക അങ്ങനെ സംഭവിക്കുകയാണ് എങ്കിൽ. അപ്പം നമ്മൾ ഈ പറയുന്ന വളരെ വേഗത്തിൽ നമുക്കൊരു അന്യ സംസ്ഥാനത്തോ അന്യ ജില്ലയിലോ എത്താൻ കഴിയുന്ന ഒരു തുരങ്കപാത നിർമ്മിക്കാൻ വേണ്ടി 2 മലകൾ ഇങ്ങനെ തുരന്നു കഴിയുമ്പോൾ
അതിനെ എതിർക്കുന്ന ആളുകൾ വികസന വിരോധികളായി തീരുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട്. വികസനത്തെയും പരിസ്ഥിതിയും സന്തുലിതമായി കൊണ്ടുപോകണമെന്ന ആശയത്തിനാണ് ലോകത്തെവിടെയും പ്രാധാന്യമുള്ളത്. ആ സമീപനത്തിലേക്ക് നമ്മൾ വന്നില്ല എങ്കിൽ അത് ഇത്തരം സന്ദർഭങ്ങളിലാണ് അത്തരം ഉണർവുകളിലേക്കും അത്തരത്തിലുള്ളൊരു ബോധത്തിലേക്കും. സാർ കണ്ടിരുന്നോ അവിടെ ഈ ഉരുള് പൊട്ടി വന്ന വെള്ളം ഇങ്ങനെ ഒലിച്ചു വന്നപ്പോൾ ഒരുപാട് മരങ്ങൾ കൊണ്ടുപോയി. അവിടെ ആ ബെയിലിപ്പാലം ഇപ്പോൾ നിൽക്കുന്നതിന്റെ അപ്പുറത്ത് മുണ്ടക്കൈയിലേക്ക് പോകുന്ന ഭാഗത്തിനിപ്പുറത്തായി അവിടെ ഒരു ശിവക്ഷേത്രം ഉണ്ടായിരുന്നു. അതിനിപ്പുറത്ത് ഒരു വലിയ ആൽമരമുണ്ട്. അത് അതേപടി നിൽക്കുകയാണ്. ഈ മണ്ണിൽ വേരാഴ്ത്തി നിൽക്കുന്ന മരങ്ങൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെയുള്ള മരങ്ങൾക്ക് ഈ ഇതുപോലെയുള്ള വലിയ ദുരന്തങ്ങളെ ചെറുക്കാൻ കഴിയും. ഈ കടപുഴകി വന്ന വലിയ മരങ്ങളുണ്ട്. അതിനൊക്കെ വേരുറപ്പിക്കാൻ കഴിയാത്ത വണ്ണം ആ മണ്ണിന്റെ സ്വാഭാവിക ഘടന അവിടെ നഷ്ടമായിട്ടുണ്ട്. അവിടേക്ക് വെള്ളം ഉറഞ്ഞുകൂടി. വെള്ളം വലിച്ചെടുത്തു. വെള്ളം ഇങ്ങനെ കൂടി വരുമ്പോഴാണല്ലോ ഇത് എക്സ്പ്ലോഡ് ചെയ്യാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ആ പ്രദേശത്തിന് താങ്ങാനാകാത്ത തരത്തിൽ ജലം സംഭരിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു എക്സ്പ്ലോഷനിലേക്ക് പോകും. അങ്ങനെയാണ് ഇത് ഉരുൾപൊട്ടി ഇതിങ്ങി വരുന്നത്. ആ മലവെള്ളപ്പാച്ചിലെന്ന് പറയുന്നതിൻ്റെ ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ആലോചിക്കാൻ കഴിയുന്നതിന് അപ്പുറമാണല്ലോ. അപ്പോൾ ഇതിനെ പ്രതിരോധിക്കുന്നതിനായിട്ടുള്ളൊരു മുൻകൈ എടുക്കണമെങ്കിൽ ആ ബോധത്തിലേക്ക് വരണമെന്ന് ഞാൻ പറഞ്ഞത്. അത് ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കാണ് ആദ്യം ഉണ്ടാകേണ്ടത്. മാത്രമല്ല ഈ പുനരധിവാസം ഇപ്പോൾ നടത്തണം എന്ന് പറയുമ്പോഴും എവിടെ നടത്തണം എന്നുള്ളത് പ്രധാനമാണ്. ഇനിയിപ്പം വയനാട്ടിൽ ഏത് മേഖലയാണ് സുരക്ഷിതമായ മേഖല, ആ മേഖലയിൽ തന്നെ വേണം അവർക്ക്. ഈ മേഖലയ്ക്ക് അടുത്ത് തന്നെ എന്നുള്ളതാണ് അവരാഗ്രഹിക്കുന്നത്. പക്ഷേ ആ പ്രദേശം എത്രത്തോളം സുരക്ഷിതമാണ് പരിശോധിക്കേണ്ടി വരും. അവിടെ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ എൻവയോൺമെന്റൽ ഓഡിറ്റ് എന്ന് പറയുന്നത് ആദ്യം നടത്തേണ്ടത് വയനാട്ടിലാണ്. കാരണം വയനാട്ടിൽ മലകൾ ധാരാളമുണ്ട്. മാത്രമല്ല മലഞ്ചെരിവിൽ താമസിക്കുന്ന മനുഷ്യർ ധാരാളമുണ്ട്. നമ്മളിപ്പോൾ വയനാട്ടിൽ ഇപ്പോൾ നമുക്ക് പുനരധിവാസം ഇമ്മീഡിയറ്റ്ലി ചെയ്യേണ്ടത് വയനാടായതുകൊണ്ടാണ് ഞാൻ വയനാട് പറഞ്ഞത്. വയനാട്ടിൽ അപ്പോൾ നോക്കൂ, ഈ പുത്തുമല, മുണ്ടക്കൈ ഈ ഭാഗങ്ങളെല്ലാം ഏകദേശം ഒരേ റീച്ചിലാണ്. നമ്മളിപ്പോൾ ഒരു പാത നിർമ്മാണത്തിനായി പരിഗണിക്കുകയാണെങ്കിൽ അതിനൊരു റീച്ച് എന്നാണ് പറയുന്നത്. ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഒരു ഘടന കിടക്കുന്നത്. ഇപ്പോൾ ഇവരുടെ സംസ്കാരത്തിനായി ഏറ്റെടുത്ത 1 ഏക്കറിൽ താഴെ ഭൂമി ഏറ്റെടുത്തല്ലോ. ആ ഏറ്റെടുത്ത ഭൂമി വരുന്നതും ഇതേ ഭാഗത്ത് തന്നെയാണ്. ആ ഒരു ഏരിയ അല്ലെങ്കിൽ ആ ഒരു ഭാഗം മുഴുവൻ സമാനമായ ദുരന്തങ്ങൾക്ക് സാധ്യതയുള്ളതാണ്. അപ്പോൾ ദുരന്ത സാധ്യതാ മേഖലകളെ നമ്മൾ കൃത്യമായി മാർക്ക് ചെയ്ത് തന്നെ പോകണം. അതിനൊരു റെഡ് മാർക്കിംഗ് നമ്മൾ കൊണ്ടുവരണം. ആ മേഖലകളിൽ ഇനി ഫർദറായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉണ്ടാകാത്ത രീതിയിലുള്ള ഒരു സംവിധാനമാണ് നമുക്ക് വേണ്ടത്. അല്ലെങ്കിൽ ഫ്രജയിലായ മേഖലയിൽ വീണ്ടും വീണ്ടും വീടുകൾ കെട്ടിപ്പൊക്കുമ്പോൾ ഈ അപകടമുണ്ടായ സ്ഥലത്തിന് തന്നെ പഴയ മാപ്പിങ്ങുകൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മുൻപ് എത്ര വീടുണ്ടായിരുന്നു, 30 വർഷം മുൻപ് എത്ര വീടായിരുന്നു, ഇപ്പോൾ ഈ അപകടം ഉണ്ടായ വേളയിൽ എത്ര വീടുകളായിരുന്നു. സുദേവൻ്റെയൊക്കെ വീടിരിക്കുന്ന ഭാഗം കണ്ടാൽ മനസ്സിലാകും. പുഞ്ചിരിമട്ടത്ത് നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്ന ഭാഗത്ത് സുദേവൻ്റെ വീട്, നസീറിൻ്റെ വീട്, ഇതെല്ലാം തൊട്ടുതട്ടിരിക്കുകയാണ്. അതായത് ചരിഞ്ഞു കിടക്കുന്ന ആ ഭൂപ്രകൃതിയിൽ കൃത്യമായി ഉള്ളിലേക്ക് ഈ വീടുകൾ കെട്ടി ഉണ്ടാക്കിയിരിക്കുകയാണ്. 5 സെൻറ്റിലും 10 സെൻറ്റിലും ഒക്കെ ഇരിക്കുന്ന വീടുകളാണ്. പാവ മനുഷ്യരാണ്, അതെല്ലാം നമുക്കറിയാം. പക്ഷേ അവർക്ക് അപകട സാധ്യതയുള്ള മേഖലയിലാണ് താമസിക്കുന്നതെന്ന് അറിഞ്ഞിട്ടും മറ്റൊരിടത്തേക്ക് പോകാൻ കഴിയാത്തത് കൊണ്ടാകാം അവിടെ തന്നെ തുടരേണ്ടതോ അല്ലെങ്കിൽ അത് അവിടുത്തെ സ്ഥലം വാങ്ങി വീട് വെക്കേണ്ടതോ ആയ സാഹചര്യം നീക്കിയിരിപ്പില്ല. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാനത് പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ നമ്മുടെ ഈ തോട്ടം തൊഴിലാളികളെ മുഴുവൻ എടുത്ത് നോക്കിക്കോളൂ. അവർ ഈ ലയങ്ങളിലല്ലേ താമസിക്കുക, പാടുകളിലൊക്കെയാണല്ലോ താമസിക്കുക. അപ്പോൾ ഈ ലയങ്ങളിൽ താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു കോൺട്രാക്റ്റ് ഉണ്ട്. ഇപ്പോൾ ആ തോട്ടത്തിൽ ഒരു പർട്ടിക്കുലർ പീരീഡിൽ അവർ തൊഴിലെടുക്കും. ആ സമയത്ത് അവർക്ക് താമസിക്കാനുള്ള സ്ഥലം മാത്രമാണത്. അത് അവരുടെ സ്വന്തമായ ഭൂമിയോ സ്വന്തമായ വീടോ അല്ല. അപ്പോൾ അവിടെ തൊഴിലെടുക്കുന്ന ആളുകൾ അവരുടെ നീക്കിയിരിപ്പ് കൊണ്ട്, അതാണ് ഞാൻ പറയുന്നത്, ഈ മേപ്പാടി മുതൽ ഊട്ടി വരെയുള്ള ആ ഹൈവേ ഉണ്ടല്ലോ, ഹൈവേയുടെ പരിസരത്ത് എവിടെയെങ്കിലും ഇവർക്ക് വാങ്ങിക്കാൻ പറ്റുമോ? അല്ല, മേപ്പാടി ഊട്ടി ഹൈവേ ഉണ്ടല്ലോ, ആ ഹൈവേയുടെ ഭാഗത്ത് ഇവർ ഈ പറയുന്ന പൈസ കൊണ്ട്, ഇവരുണ്ടാക്കിയ ആയുഷ്കാലം പണിയെടുത്തുണ്ടാക്കിയ പൈസ കൊണ്ട് 1 സെൻറ്റ് ഭൂമി വാങ്ങിക്കാൻ കഴിയില്ല. അവർ കവളപ്പാറയുടെ മലയുടെ താഴത്ത് പോയിട്ട് ഭൂമി വാങ്ങിക്കും. എന്താണെന്നറിയോ? ഇവിടെ മാത്രമല്ല ഉണ്ണി സാറേ, വെള്ളാർമലയിൽ ആ ഭൂമി അല്ലെങ്കിൽ ആ മണ്ണ് മൊത്തം ഇടിഞ്ഞു വന്ന ഉരുളൻ കല്ലുകൾ കിടക്കുന്ന പ്രദേശമുണ്ടല്ലോ, അതിനോട് ചേർന്ന് തമ്പിയുടെ വീടുണ്ട്. തമ്പിയുടെ മകൻ സതീഷിനോട് ഞാൻ സംസാരിച്ചു. അപ്പോൾ സതീഷ് പറഞ്ഞെന്താണെന്നറിയോ, 30 വർഷം അച്ഛനും അമ്മയും ഈ എസ്റ്റേറ്റിൽ പണിയെടുത്തുണ്ടാക്കിയതാണ് ആ വീട്. ഈ വീടിനി കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കും സഹിക്കില്ല. അവർ ക്യാമ്പിലാണ്. സതീഷിനെ അവർ പഠിപ്പിച്ചു. അതിനുശേഷം ജോലി തേടി വിദേശത്ത് പോയി. ദുരന്തമുണ്ടായപ്പോൾ സതീഷ് തിരിച്ചു വന്നതാണ്. ഒരു അനിയനുമുണ്ട്. അനിയൻ എറണാകുളത്ത് ജോലിക്ക് പോവുകയാണ്. നിസ്സാര വരുമാനക്കാരായ മനുഷ്യരാണ് അവർ. 30 വർഷത്തെ സമ്പാദ്യമാണ് അവരൊരു വീടുണ്ടാക്കുന്നത്. പുതിയ വീടാണ്. പക്ഷേ ഈ ഉരുൾപൊട്ടലിൽ തകർന്നത് അല്ലെങ്കിൽ പകുതി തകർന്ന് കിടക്കുന്നത് അവരുടെ ആ ഒരു സ്വപ്നമാണ്. അത്രയും കാലം അധ്വാനിച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെ തോട്ടത്തിലെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, അങ്ങനെ അധ്വാനിച്ചുണ്ടാക്കിയത് കൊണ്ട് വാങ്ങുന്ന മനുഷ്യരാണ്. അത് മുഴുവനാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു റീബിൽഡിംഗ് എക്സർസൈസിലേക്ക് പോകുമ്പോൾ അവർ എത്ര കാലം കൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണ് എന്നതുകൂടി മനസ്സിലാക്കിക്കൊണ്ട് വേണം. സ്ഥലം വാങ്ങി വീട് വെച്ച ആളുകളുണ്ട്, അവർക്ക് സ്ഥലം, കാപ്പിത്തോട്ടം ഒക്കെ പോയ ആളുകളുണ്ട്. അതെല്ലാം ചേർത്തുകൊണ്ടുള്ള ഒരു പാക്കിങ്ങിലേക്ക് എത്തുന്നോ എന്ന് കടം എഴുതി തള്ളണം, അങ്ങനെ കുറേ കാര്യങ്ങൾ അതൊക്കെ ചെയ്യുമായിരിക്കും. ഇപ്പം പിന്നെ ഈ പറയുന്ന നേരത്തെ സുജയ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം വെച്ചാൽ ഈ ആയുഷ്കാല സമ്പാദ്യം കൊണ്ട് ഇവർ ഈ പോയിട്ട് വാങ്ങിക്കുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകതയാണ് നമ്മൾ കാണേണ്ടത്. അതാണ് ഞാൻ ഈ പറയുന്നത്. കവളപ്പാറ പോലുള്ള സ്ഥലങ്ങളിൽ പോയിട്ടാണ് വാങ്ങിക്കുന്നത്. എന്താണെന്നറിയോ, അങ്ങ് പ്രതീക്ഷിക്കുക ഇത് സംഭവിക്കില്ല എന്ന്. അതൊരു അങ്ങേറ്റം നിരാലംബരായ മനുഷ്യരാണ്. അവർക്കിത് പ്രതീക്ഷിക്കാൻ മാത്രമേ കഴിയുള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞിരുന്നില്ല, ഈ വെള്ളാർമല സ്കൂളിലെ കുട്ടികളുടെ ലിറ്റിൽ മാഗസിൻ്റെ ആ കൈയെഴുത്ത് മാസികയിലൊക്കെ അവർ എഴുതിയിരിക്കുന്ന സാഹിത്യത്തിന്
അതിനകത്ത് കൃത്യമായതുണ്ട്. ഈ പ്രകൃതി ദുരന്തങ്ങളാണ് ഉള്ളത്. അവരിത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ വേറെ നിർവാഹമില്ലാത്തതുകൊണ്ട് അവരവിടെ താമസിക്കുകയും കിടന്നുറങ്ങും. ഒരു രാത്രി പോലും സമാധാനമായി കിടന്നുറങ്ങാൻ കഴിയാത്തൊരു ജീവിതമാണ് ആ മനുഷ്യർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവർക്ക് വേറെ നിവൃത്തിയില്ല. ഇവിടുത്തെ പ്രശ്നം അതുകൊണ്ട് ഇവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യുന്നതിൻ്റെ മാത്രം പ്രശ്നമല്ല. ഇത് അവിടുത്തെ ദളിതരായിട്ടുള്ള വിഭാഗങ്ങൾ നോക്കൂ. ഇവിടെ ഈ മരിച്ചു പോകുന്ന മനുഷ്യർ ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണ്? ദളിതരായിട്ടുള്ള വിഭാഗം, ആദിവാസികൾ, കുടിയേറ്റക്കാർ, ഇനി പറയുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ, ഈ തമിഴന്മാർ ഒക്കെ അടക്കമുള്ള ആളുകൾ, ഈ പിന്നാക്ക അധസ്ഥിത സാമ്പത്തികമായി ദാരിദ്ര്യം അനുഭവിക്കുന്ന മനുഷ്യരാണ് ഈ പറയുന്ന എല്ലാ ഉരുൾപൊട്ടലുകളിലും ഒലിച്ചു പോകുന്നത്. ഒരു ഉരുൾപൊട്ടലിലും ഒരു മധ്യവർഗ്ഗക്കാരൻ മരിക്കുന്നില്ല. ഒരു എന്താ പറയുക, സാമ്പത്തികമായ ഇപ്പോൾ അല്പം ഉയർന്ന നിലയിൽ നിൽക്കുന്ന ഏത് മനുഷ്യനാണ് മരിക്കുന്നത്? ഇപ്പം മൂന്നാറിൽ നിങ്ങൾ പോയി ഒരു ടൂറിസ്റ്റായിട്ട് പോയി അവിടെ പെട്ടെന്ന് ഒരു ഉരുൾപൊട്ടലുണ്ടായാലും ഒരാൾ മരിച്ചു പോകുന്നു, അല്ലെങ്കിൽ ഒരു കുടുംബം മരിച്ചു പോകുന്നു എന്നുള്ളതിനപ്പുറത്ത് അവിടെ ഈ മൂന്നാറിലാണെങ്കിലും വയനാട്ടിലാണെങ്കിലും ഒക്കെ ഈ നിരന്തരം ഈ സംഭവങ്ങളിലൊക്കെ മരിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള വളരെ പാവങ്ങളായിട്ടുള്ള മനുഷ്യരാണ്. അപ്പോൾ അവരുടെ ഭൂമി പ്രശ്നമുണ്ട്. ഇതൊക്കെയാണ് ഞാൻ ഈ പറയുന്നത്. ഈ ഇത്തരം വിഷയങ്ങൾ ചെറിയ വിഷയങ്ങളല്ല. ആദിവാസികൾക്ക് ഭൂമി കൊടുക്കുമെന്ന് നമ്മൾ പറയാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി എന്നറിയാം? ആശിക്കും ഭൂമി എന്നാണ് പദ്ധതി. എന്നിട്ട് എത്ര ആദിവാസികൾക്ക് ഭൂമി കൊടുത്തു? ആദിവാസികൾക്ക് ഭൂമി കൊടുക്കണമെങ്കിൽ നമ്മൾ ഭയങ്കര ഭൂമി കുറവുള്ളൊരു സംസ്ഥാനമല്ലേ നമ്മൾ? അതാണ്. അത് മാത്രമല്ല, ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസത്തെ ഒരു കണക്ക് പറഞ്ഞാൽ 2015 മുതൽ 2024 വരെയുള്ള 9 വർഷക്കാലം രാജ്യത്തുണ്ടായിട്ടുള്ള ആകെ ഉരുൾപൊട്ടലുകളുടെ 60% സംഭവിച്ചിരിക്കുന്നത് എവിടെയാണ്? കേരളത്തിലാണ്. 60% രാജ്യത്ത് രേഖപ്പെടുത്തിയിട്ടുള്ള ആകെ ഉരുൾപൊട്ടലുകളിലെ 60% കഴിഞ്ഞ 9 വർഷത്തിലെ കണക്കാണ് ഇനി പറയുന്നത്. സംഭവിച്ചിട്ടുള്ളത് കേരളത്തിലാണ്. അത് എവിടെയൊക്കെയാണെന്നറിയോ? 3 ജില്ലകളിലാണ്. വയനാട്, ഇടുക്കി, പത്തനംതിട്ട, ഈ 3 സ്ഥലങ്ങളിലാണ് ഈ പറയുന്ന 60% ഉരുൾപൊട്ടലുകളും ഉണ്ടായിട്ടുള്ളത്. ഉരുൾപൊട്ടലുകളിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളോ വലിയ രീതിയിലുള്ള അപകടങ്ങളോ മരണങ്ങളോ സംഭവിക്കാതിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ ഭാഗ്യം മാത്രമാണ്. പക്ഷേ ഇപ്പോൾ കണ്ടില്ലേ, ഒറ്റ ഉരുൾപൊട്ടലിൽ 400 ജന്മങ്ങളാണ് പോയത്. അതാണ് സംഭവിക്കില്ല എന്ന് വിചാരിച്ച് ഇത്രയും കാലം നിന്നു. പക്ഷേ അത് സംഭവിച്ചു. ഇനി അങ്ങോട്ടുള്ള കാലം ഇനി അങ്ങനെ നിൽക്കാവുന്ന സാഹചര്യമല്ല. കൂടുതൽ ആലോചനകളിലേക്കും കൂടുതൽ ബൃഹത്തായ പദ്ധതികളിലേക്കും പോകേണ്ട സമയമാണ്. കൈകോർത്ത് നിൽക്കുമോ എന്നുള്ള ചോദ്യത്തിന് കൈകോർത്ത് നിൽക്കുമെന്ന് തന്നെയാണ് 3 പേരും ഒരുപോലെ അഭിപ്രായപ്പെട്ടത്. മീറ്റ് ദ എഡിറ്റേഴ്സിന് നാളെ. നമസ്കാരം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. Meet the editors.